പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികരണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതികരണം പരിപാടി തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ വായിക്കാട്ടെ. ഈ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ 7 ദിവസം, ഈ 7 ദിവസത്തെ വീഡിയോയിൽ കമൻ്റ് ഇട്ടവരുട്ടാ. 1-ാം സ്ഥാനം അശോക് വേൾഡ്, 368 കമൻറ്റ്. അതറിയല്ലേ. അപ്പു കുന്നാവ് 18 കമൻറ്റ്. സന്ധ്യ ബിജു 434 കമൻറ്റ്സ്. ഒരാഴ്ചയിലത്തെ ആവില്ല കേട്ടത്. ഫീച്ചേർഡ് ദിസ് വീക്ക്. പിന്നെ VG എഡിറ്റ്സ് 29 കമൻറ്റ്സ്. പ്രേമ ശശി മേനോൻ 303 കമൻറ്റ്സ്. അത് കഴിഞ്ഞ ആഴ്ചയിലത്തെ ആവില്ല, കുറച്ച് ദിവസത്തെ. 28 ദിവസത്തെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കമന്റ്സ് ഇട്ടതിൽ കൂടുതൽ എണ്ണട്ടവരായിരിക്കും. ഇനി ഇതുവരെ ഇട്ടിട്ടുള്ളവരിൽ ആരാന്നറിയോ? ടെസ്ല മൈ ഹീറോ 7853 കമന്റ്സ്. ആളെ എവിടെ പോയാവോ അറിയില്ല. പിന്നെ JJA അതായത് ആൻസ് 1994. സുമം 1905. റാസ് അതായത് രാസി ലുലു 1641. പിന്നെ പ്രജിത് പ്രവീൺ അതായത് അനിത പ്രവീൺ എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടില്ലേ, ആ കുട്ടി 1611. പിന്നെ തങ്കാവി നമ്മുടെ തങ്കാൻറ്റി 1165. റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ 1065. അജീഷ് VC 983. ലതാ മോഹൻ 741. അർജുൻ VK 705. ആദർശ് പണിക്കർ 604. തോമസ് മംഗലം 559. രാജൻ കുട്ടപ്പൻ 529. അശോക് വേൾഡ് വീണ്ടും അതിൽ വന്നിട്ടുണ്ട് 448. സെലിൻ പീറ്റർ 392. വൈജയന്തി മനോഹരൻ 378. വിജയകുമാർ O 361. കാവേരി ബാലു 348. നമ്മുടെ ജയശ്രീ ചേച്ചി ബോംബെലത്തെ. റെജി രാജൻ 340. ചിത്ര കോൾട്ടൻ 298. നെവിൻ ഫെർണാണ്ടസ് 200, അതായത് ഗൾഫ് കോൺ 298. പിന്നെ ഷർമിള റെജി 296. ദീപ ലാലു 295. ചിയർ ബൈ 286. സജി ആഞ്ഞിലിപ്പ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ചായൻ 288. ഹാപ്പി ലൈഫ് 282. ശ്രീജ ഗിരീഷ് 242. വിനോദിനി KP 238. ഗീതാ ശിവകുമാർ 236. മീന സതീഷ് 219. ശ്രുതി പ്രദീപ് 215. രാഗിണി ദേവി MR 194. RSN 184. ഫിലോമിന ഫ്രാൻസിസ് 180. ഗീത KV 174. ശില്പ ശ്രീകുമാർ 131. റെയിൻബോ പ്ലാന്റർ 117. സിന്ധു സുരേഷ് 115. ലളിത MS 104. ജെമിനി അച്ചു 98. നിവ്യമംഗലത്ത് 94. മീന മേനോൻ 90. മാധവിക്കുട്ടി 85. ഷാൻഡി ബിജോയ് 81. ആദം വാസാൻ 72. ഷാജഹാൻ 71. ഹാപ്പി ബ്ലൂ 59. AKN 57. ജോബിക S 48. ഷിഹാബ് മുഹമ്മദ് അലി 34. സോൾമേറ്റ് സൗമ്യ വിവേക് 34. ജിതീഷ് തിലകൻ 23. രശ്മി കൃഷ്ണൻ 18. അസ്ലാം ചെമ്പൻ 18. സിജോ സോണി 17 വരെ നമുക്ക് യൂട്യൂബ് തന്നിട്ടുണ്ട്. റിയാസിനെ കണ്ടില്ലേ? റിയാസ് ഞാൻ വായിച്ച ചിലപ്പോ വേറെ പേരാവും. അതായത് ഇത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ വിലപ്പെട്ട കുറേ സമയം നമുക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ചു എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതിനു വേണ്ടിയിട്ട് സമയം ചിലവഴിച്ചു എന്നുള്ളത്. വീഡിയോ കാണുന്നത് വേറെ, പിന്നെ അതിനുവേണ്ടി കമൻറ്റ് എഴുതുന്നത് സമയം വേറെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കമൻറ്റ് വായനയിലേക്ക് കിടക്കാണ് കേട്ടോ. ഒരു മിനിറ്റ് പറഞ്ഞ പോലെ റിയാസിന് എന്താണാവോ യൂട്യൂബ് എടുത്ത് തന്നില്ലല്ലോ. ഞങ്ങൾക്ക് എടുത്ത് തന്നില്ല. ഇത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ളതല്ല കേട്ടോ. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ YT സ്റ്റുഡിയോ എടുക്കുമ്പോൾ അതിൽ വരുന്നതാട്ടാ, തന്നെ വരുന്നതാ. ഞങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധം നഹീഹ. ഇതിൽ നമുക്കറിയാവുന്ന വേറെ കുറേ പേരുണ്ട്, കുറേ കമന്റ്സ് ഇടുന്നു. അവരെ കാണാനില്ല. നമ്മുടെ സുജിത് ചന്ദ്രൻ, അങ്ങനെയുള്ള ടീമുകളൊക്കെ ഇല്ലേ, കുറേ കമന്റ്സ് ഒക്കെ. ഇത് ലൈഫ് ടൈമിലത്തെ ആവില്ല കേട്ടാ ഇവര് എടുത്തേക്കണത്. ഏത് മാനദണ്ഡം വെച്ചിട്ടാണ് ഇങ്ങനെ എടുത്തേക്കണേന്ന് നമുക്കറിയില്ല. സ്ഥിരം നമുക്ക് ഗുഡ് മോർണിംഗ് അങ്ങനത്തെ ഇടുന്ന കുറേ പേരുണ്ട്. അവരൊന്നുമില്ല. ഇനിയിപ്പോൾ വലിയ കമന്റ് ഇടുന്നവരെ മാത്രമാണോ ഒന്നും അറിയില്ല. ആദ്യത്തെ ജെമിനി അച്ചു. സരിതക്കുട്ടിയോട് ഞാൻ കൂട്ടുകെട്ടി, എന്നും കമന്റ് ഇടും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒന്നും വായിക്കാറില്ല, അതുകൊണ്ട് കൂട്ടുകെട്ടി. അയ്യോ, അത് കാരണം തോന്നുന്നുണ്ട് ആള് കമന്റ് ഇപ്പോൾ വേറെ വീഡിയോയിലൊന്നും ഇട്ടിട്ടില്ല. ഇത് കഴിഞ്ഞ കമന്റ് വായനയിൽ ഇട്ടിട്ടുള്ള കമന്റാ.
ഇത് മുന്നത്തെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ്, വായിക്കാനായിട്ട് നമ്മൾ വിട്ടുപോയതാണ് കേട്ടാ. ഗീജാബായി, അച്ഛൻ്റെ തല, അതിനെ കുറിച്ചിട്ടൊരു കവിതയാണ് കേട്ടാ. വർക്ക്ഷോപ്പിന്റെ പുഞ്ചിരിയിലൂടെയായി ചിന്തകൾ ചിനക്കുന്നൊരു തല, മരണം പോലെ കഠിനവും മൃദുവായു പോലെ കരുണയും ചേർന്നത്. ഉരുക്കിന്റെ തിളക്കത്തിൽ ഒരു പൂളിന്റെ പകൽ വെളിച്ചം വീണപ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ ഒരു ഗോവണി വേണം. കൊടുക്കാതെ മെഷറുകൾ, പറയാതെ ഡിസൈൻ, തലയിൽ പിറന്ന ആ ആലോചന, മുൻപേ കണ്ടിരുന്നു അതിൻ്റെ കാഴ്ച. വേലയുണ്ടാക്കുന്നവൻ, വാക്കില്ലാതെ മാത്രം സൃഷ്ടിക്കുന്നവൻ, ഓർമ്മയുടെ കോണുകളിൽ തങ്കമയമായ സൂചികൾ പോലെ തുടിക്കുന്നു അവൻ്റെ ചിന്തകൾ. സരിതയെപ്പോലെ പുഴയായ മകളുടെ പിന്നിൽ കളങ്കം ചേർന്നൊരു മകനും, കൂടെയെന്നും എപ്പോഴും പുഞ്ചിരി മുഖവുമായി പേരമകനും, അദൃശ്യമുഖവുമായി ഒരു വീഡിയോ കുട്ടിയും. 7 കടൽ കടന്ന് ഉറപ്പുള്ളൊരു ജ്ഞാനസാഗരം, അതാണ് അച്ഛൻ്റെ തല. അങ്ങനെ ഒരു കവിത. അടിപൊളിയല്ലേ കവിത. കവിതയൊക്കെ എഴുതി തുടങ്ങി, എന്തെല്ലാം ഐഡിയകളല്ലേ. കുഴപ്പമില്ല. പക്ഷെ സരിതയെപ്പോലെ പുഴയായ മകളുടെ പിന്നിൽ കളങ്കം ചേർന്നൊരു മകൻ, നിഷ്കളങ്കനായ മകൻ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. കളങ്കായാലും കുഴപ്പമില്ല, നിഷ്കളങ്കനായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ അന്ന് വായിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വായിച്ചതാണ് കേട്ടോ. എത്ര ഒരു ഇതെടുത്തൊരു കവിതയൊക്കെ എഴുതിയൊക്കെയല്ല അച്ഛനെ കുറിച്ച്. അടുത്തത് നിള. സ്നേഹം, എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ. 2022 മുതൽ എനിക്ക് വേറെ ആരെയും കാണണ്ട. നിങ്ങളാണ് കുടുംബത്തെ ഏതാണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത്. ഞാൻ വിദേശത്താണ്, വരുമ്പോൾ കാണാം ട്ടോ. സ്നേഹം. ആരാ നമ്മൾ 2022 തൊട്ട് സഹായിച്ചിട്ടുണ്ടെന്ന്? ആരാണോ അറിയില്ല. എന്തായാലും വരുമ്പോ കാണാം. ABC. ഇന്ന് സരിത പാടിയ പാട്ട് വളരെ മനോഹരം. എങ്ങനെ അഭിനന്ദിക്കണം എന്നറിയില്ല, ശരിക്കും ഗൂസ് ബംസ് ഉണ്ടാക്കി. പിന്നെ കുറ്റങ്ങളില്ലാത്ത മനുഷ്യരില്ല ഈ ലോകത്ത്, തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവരെയാണ് വിവേകി എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു വക്താക്കൾ എന്ന നിലയിൽ നിങ്ങളെ വിമർശിക്കുന്ന നിങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾ എടുക്കേണ്ട കരുതൽ നിങ്ങളോട് പറഞ്ഞറിയിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർ നമ്മുടെ ഏറ്റവും നല്ല വിമർശകരും ആപത്തിൽ സഹായിക്കുന്നവരും ആയിരിക്കും. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ അങ്ങനെയാണ് അനലൈസ് ചെയ്യാറുള്ളത്. അങ്ങനെ തന്നെയാണ് വേണ്ടതും. തുടക്കം മുതൽ നിങ്ങളുടെ വീഡിയോ കണ്ട് എനിക്ക് നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റിൽ ആദ്യം കാണുന്നത് നിങ്ങളുടെ വീഡിയോ ആണ്. അഥവാ വിട്ടുപോയാൽ എൻ്റെ വൈഫ് ചോദിക്കും, ഇന്ന് നിങ്ങളുടെ സരിതമോളെ കാണണ്ടേ എന്ന്. അതിലേക്ക് എന്നെ എത്തിച്ചത് ചിലപ്പോൾ നിങ്ങളുടെ നിഷ്കളങ്കത്വം നിറഞ്ഞ ആവിഷ്കാരം കൊണ്ടായിരിക്കാം. നിങ്ങൾ ശരിക്കും നല്ല മനുഷ്യരാണ്, പക്ഷെ സൂക്ഷിക്കണം. ഇത് സോഷ്യൽ മീഡിയ എന്ന ചില്ലുകൊട്ടാരമാണ്. നമ്മൾ വെക്കുന്ന ചുവടുകൾക്ക് പിഴവുണ്ടാകാൻ പാടില്ല. ലോകത്തിൻ്റെ പല ഭാഗത്ത് സഞ്ചരിച്ച് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ. കണ്ടിട്ടില്ല എങ്കിലും നിങ്ങളോടുള്ള ഒരുപാട് ഇഷ്ടം ചിലപ്പോൾ എനിക്ക് നിങ്ങളോട് ചില അവസരങ്ങളിൽ വിമർശനാത്മകമായ പ്രസ്താവന എഴുതാൻ തോന്നിപ്പിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. ആ പക്വത നിറഞ്ഞ മാറ്റങ്ങളിലൂടെ നിങ്ങൾ ജീവിത വിജയത്തിൽ എത്തിപ്പെടുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബി പോസിറ്റീവ്. എല്ലാ നന്മകളും നേരുന്നു. ശ്വാസം മുട്ടി എനിക്ക്. അല്ല, മനോഹരമായ കമന്റ്. നമുക്ക് കുറെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടല്ലേ. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്താലും അടിപൊളി 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 എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളെക്കാളും നമ്മുടെ തെറ്റുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന ആളാണ്. അതന്നെയാണ് നല്ലത് എപ്പോഴും. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന് പറയില്ലേ. പക്ഷെ ചില ഇതുകളെന്ന് പറയുമ്പോൾ വെറുതെ വിമർശിക്കാൻ വേണ്ടി മാത്രം എഴുതണ, നെഗറ്റീവ് പറയാൻ വേണ്ടി മാത്രം പറയണതുണ്ടാവും. അങ്ങനെയുള്ളതാവുമ്പോഴാണ് നമുക്കത് ചിലപ്പോ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ട് നമ്മുടെ ആളുകൾ തന്നെ പറയാറുണ്ട്. അതൊക്കെ അവർ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിട്ട് ചെയ്യുന്നത്. അതെ, 1000 പോസിറ്റീവ് കമന്റ്സ് നമ്മൾ വായിച്ച് വന്നിട്ട് ഒരു നെഗറ്റീവ് കമന്റ് വായിച്ച് ഈ നെഗറ്റീവ് കമന്റ് ഇട്ട ആളായിരിക്കും നമുക്ക് ഓർമ്മ. ഈ നെഗറ്റീവ് കമന്റ് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലാവും. എന്നാലും ഇത് ആരെ നമ്മൾ എങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ ഓർക്കാൻ വേണ്ടി അങ്ങനെ ഇടുന്നവരുണ്ട്. അത് ചോദിച്ചാൽ എല്ലാം നമ്മുടെ നല്ലതെന്നല്ല പറയണത്. അതന്നെ, നമുക്ക് കുറെ കുഴപ്പങ്ങളുണ്ടല്ലോ. പിന്നെ എന്തുട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ് ചെയ്യാറില്ല ഒന്നും. എങ്ങനെയാ നമ്മൾ ക്യാമറ ഇല്ലാത്തപ്പോൾ സംസാരിക്കണേ, അതേപോലെ തന്നെ ഒരു പിടുത്തോ ഒന്നും ചിന്തിക്കാണ്ട് തന്നെയാണ് ക്യാമറ ഓൺ ആയിട്ടിരിക്കുമ്പോഴും നമ്മൾ ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ അതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം എന്ന് പറയുമ്പോൾ എല്ലാവരും നമ്മൾ നാച്ചുറലാണ്, നിങ്ങൾ എങ്ങനെയാ, അതേപോലെ തന്നെ നിങ്ങൾക്ക് കൃത്രിമത്വം ഇല്ല, ഒളിമറയൊന്നുമില്ല, നിങ്ങൾ പച്ചയായ മനുഷ്യരാണെന്ന് പറയും. അതേസമയം തന്നെ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഒരു ഡാർക്ക് സൈഡ് ഉണ്ടാവല്ലോ. നമ്മുടെ കുഴപ്പങ്ങളൊക്കെ അതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഒന്നും ശ്രദ്ധിക്കാണ്ടെല്ലാം കാണിക്കണമായിരുന്നു. അപ്പോൾ നമുക്കത് തന്നെ നെഗറ്റീവ് വിമർശനം വരും. റിയാസ്,
വയലാറിന്റെ മകൾ വിളിച്ചപ്പോഴേക്കും നിങ്ങൾ സന്തോഷം കൊണ്ട് കരഞ്ഞെന്ന് കേട്ടു. അപ്പം ഞാനെങ്ങാനും വിളിച്ചാലോ കൂട്ട നിലവിളിയും കൂട്ടക്കരച്ചിലുമായിരിക്കും. അത് കേട്ട് അനിലേട്ടനും ചെറുകേട്ടനും ഒക്കെ ഓടി വരും. വെറുതെ എന്തിനൊരു സീൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് വിളിക്കാത്തത്. ഓ മഹാഭാഗ്യം ഞങ്ങളുടെ. അല്ലെങ്കിൽ ഇവിടെ ആളുകളൊക്കെ ഈ അയലോക്കാരൊക്കെ ഓടി വന്നിട്ട് എന്തൊട്ടാണ് ഈ താമരശ്ശേരി വീട്ടിൽ ഇത്രയും കൂട്ടം നിലവിളിയുന്നത്. എന്ത് അത്യാഹിതമാണ് സംഭവിച്ചതെന്ന് വിചാരിച്ചിട്ട്. ഇന്നലെ കെയർ മനോഹരമായൊരു വീഡിയോ. കൊടൈക്കനാൽ കണ്ടിട്ടില്ലാത്ത എന്നെ പോലുള്ളവർക്ക് അവിടുത്തെ അത്യാവശ്യം കാഴ്ചകളൊക്കെ ഭംഗിയായി കാഴ്ച നജൂസ് വേൾഡിനും നിതിനും ഹോം സ്റ്റേ ഒരുക്കി തന്ന പ്രിയ ചേച്ചിക്കും ഭർത്താവിനും എല്ലാവർക്കും ഒത്തിരി സ്നേഹം. കൊടൈക്കനാലിന്റെ ഒരു ചെറിയൊരു കുഞ്ഞൊരു ഭാഗം മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനിയും എന്താ പറയാ, ജഗതി പറഞ്ഞ പോലെ കാണ്ടമായിട്ടാണ് കിടക്കുകയാണ്. ഇനി അല്ല, എല്ലാം കാണുമ്പോ ഒരു ആവർത്തനം ഇതുപോലെ പിന്നെ കാണണേ. നമ്മൾ പോണ വഴികളൊക്കെ ഈ പൈൻമരക്കാടുകൾ, പിന്നെ ഒരു സൈഡ് കൊക്ക പോലെ അവിടെ ഇങ്ങനെ കോട മഞ്ഞ്, അതന്നെയുള്ളൂ. മൂന്നാറിൽ പോയപ്പോഴായാലും നമുക്ക് തുടക്കം ഭയങ്കര രസമായിട്ട് തോന്നി, നമുക്ക് നല്ല സീനറി പോലെ തോന്നി. പിന്നെ പിന്നെ കാണുമ്പോഴൊക്കെ ഈ തേയിലത്തോട്ടങ്ങളും ഇതന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ ഈ അവിടെ മറ്റേ ഈ ഗ്രാമങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞു, കൊടൈക്കനാലില് ഗ്രാമം, അവിടേക്ക് പോവാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് പോകേണ്ടി വരും. അത് 40-45 കിലോമീറ്റർ നമ്മൾ താമസിച്ച സ്ഥലത്തുനിന്നും ഒരു 45-50 കിലോമീറ്ററോളം പോകണമെന്ന് പറഞ്ഞു. ഗ്രാമങ്ങൾ ഭയങ്കര നല്ല ഭംഗിയാന്ന് പറഞ്ഞു. അവിടെ കൃഷിയാണ് അവിടുത്തെ ആളുകളുടെ ഉപജീവന മാർഗം. കുറേ വർഷങ്ങളായിട്ടുള്ള സെറ്റിൽമെന്റ് ആണെന്ന്, 3000 വർഷമൊക്കെ പഴക്കമുണ്ടെന്ന് പറയുന്നു അവിടെ ആളുകൾ താമസിക്കാൻ തുടങ്ങിയിട്ട്. അവരിപ്പോഴും അതേ ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ജീവിച്ചു പോകണം. കൃഷി അങ്ങനെ പുരോഗമനം, ഇങ്ങനെ ഈ വികസനം ഇല്ലാണ്ട് അവരുടെ വീടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയായിട്ടേ. പിന്നെ ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്, ഉള്ളി, വെളുത്തുള്ളി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൃഷി. അത് ഈ വെളുത്തുള്ളി കൃഷിയൊക്കെ ഇപ്പം നടണ ടൈമാന്ന് പറഞ്ഞു. അത് നട്ടിട്ട് ഇനി വളർന്ന് നിൽക്കണ ഒരു സമയമുണ്ട്. ആ സമയത്ത് പോയി അതിമനോഹരാണെന്ന് പറഞ്ഞു അവിടെ കാണാനായിട്ട്. രമേശ് പ്രിയ ചേച്ചിയുടെ ഹസ്ബൻഡ്. പിന്നെ നമ്മൾ പിന്നെ പോരാൻ നിൽക്കായിരുന്നു. വേണമെങ്കിൽ ഒരു ദിവസം കൂടി പോവായിരുന്നു. പക്ഷെ ചേട്ടന് 2-3 ദിവസമായപ്പോഴേക്ക് ശ്വാസം മുട്ടി തുടങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ലൈല ജേക്കബ് എന്നാണോന്ന് അറിയില്ല കേട്ടാ, ലീല എന്നാന്ന് തോന്നുന്നുണ്ട്. സരിത ഡ്രൈവിംഗ് പഠിക്കണം. ദൂരയാത്ര പോകുമ്പോൾ അജുവേട്ടൻ ഒരു സഹായമാകും, അല്ലെങ്കിൽ പാവം അജുവേട്ടൻ ഡ്രൈവ് ചെയ്ത് ക്ഷീണിക്കും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. പഠിക്കട്ടെ, 4 വീല് ഞാൻ പഠിക്കട്ടെ. ചേട്ടൻ എനിക്ക് തരൂ ഓടിപ്പിക്കാൻ? ആദ്യം നീ തെളിയിക്ക്, അല്ലാണ്ട് വെറുതെ അതായത് പറയുന്നതിന് മുമ്പ് അത് പഠിച്ചിട്ടില്ലേ, ഒരു ചുക്കും ചെയ്തിട്ടില്ലേ, ഒന്നും ചെയ്തിട്ടില്ലേ, വണ്ടീനെ തൊട്ട് നോക്കിയിട്ട് പോലും ഇല്ല. എന്നിട്ട് അത് എനിക്ക് തരുമോ, ഓടിപ്പിക്കാൻ തരുമെന്നാണ്. ആദ്യം ഓടിച്ച് പഠിക്കട്ടെ. ആദർശ് പണിക്കർ, കൊള്ളാം, മനോഹരം. കൊടൈക്കനാലിലെ യാത്രകൾ മനോഹരം, കാഴ്ചകൾ സുന്ദരം. വളരെ അത്യാവശ്യമായ തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് കമന്റുകൾ എഴുതാൻ താമസിച്ചത്, അല്ലെങ്കിൽ എഴുതാത്തത്. വീഡിയോകൾ ഘട്ടം ഘട്ടമായി കാണുന്നുണ്ട്. ഇനി വിവാഹ വാർഷികത്തിന്റെ വീഡിയോ കൂടി കാണാനുണ്ട്. എന്തായാലും ദൃശ്യഭംഗി മനോഹരം, പിക്ചർ ക്ലാരിറ്റി സൂപ്പർ. സരിത ചുവപ്പിൽ തിളങ്ങി, അജുവേട്ടനും ജഗ്ഗുവും ഒക്കെ തന്നെ തിളങ്ങി. കോടമഞ്ഞിന്റെ സൗരഭ്യം നിറഞ്ഞ അതിമനോഹര ദൃശ്യങ്ങൾ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വിശിഷ്യ പ്രിയ ചേച്ചിക്ക് പ്രേക്ഷകരുടെ വക നന്ദി. പ്രിയ ചേച്ചിയുടെ സ്നേഹത്തോടു കൂടി സംസാരം കേൾക്കാൻ അതീവ ഹൃദയം. ചേച്ചിക്കും ഹസ്ബൻഡിനും കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും നേരുന്നു. ഹാപ്പി, സ്നേഹം, ഇഷ്ടം. അടുത്ത മനോഹര കാഴ്ചകൾക്കും പാട്ടിനുമായി കാത്തിരിക്കുന്നു. സസ്നേഹം പണിക്കർ. അടുത്തത് റിതം ഓഫ് നേച്ചർ ബൈ മിഥുൻ. സാധാരണക്കാരെ പോലെ പോയി കണ്ടു വന്നു. ഒരുപാട് വലിയ ആഡംബരങ്ങളോ സംഭവങ്ങളോ ഇല്ല. ഇതൊക്കെ തന്നെയാണ് നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അടുത്തത് ജോക്കർട്ടാ, JOO666. ഭാര്യയെ ഒഴിവാക്കി വീഡിയോ ചെയ്യൂ. ചേട്ടനോട്. എന്നോടാണ് ഭാര്യനോട് വീഡിയോ ചെയ്യുന്നു. അപ്പൊ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അതിനേക്കാൾ നമ്മുടെ വീഡിയോ അങ്ങോട്ട് ഒഴിവാക്കിയാ പോരെ, അതല്ലേ എളുപ്പം അല്ലേ? എന്നെ കാണുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലോ. അല്ല, നമ്മുടെ വീഡിയോയില് ഇവരും കൂടി അടങ്ങിയതാണല്ലോ നമ്മുടെ വീഡിയോ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എടുക്കണമ്പോ പറയും സരിതനെയും ജഗ്ഗുനും കൂട്ടാൻ പറയും. അല്ല, ഇത് ഇയാളുടെ അഭിപ്രായമാണ്. അത് ഞാൻ ജസ്റ്റ് വായിച്ചു എന്ന് മാത്രം, അത്രേ ഉള്ളൂ കേട്ടോ. അടുത്തത് ഷഫീഖ് ഹുസൈൻ. നമസ്കാരം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് കുടമാറ്റം കാണാൻ ഫ്രണ്ടിലൊക്കെ സ്ഥലം പിടിച്ചു. ബട്ട് കുടമാറ്റം തുടങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി, ശ്വാസം പോലും കിട്ടാതെ. നമ്മുടെ തൃശ്ശൂരത്തിന്റെ അല്ലേ, അതിൻ്റെ ഉള്ളിൽ പെട്ടേ ഞാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ അങ്ങനെ നിക്കണേ? നമുക്ക് അത്ഭുതം തോന്നും. അത്രയ്ക്കും അതിനോടുള്ള പ്രാന്തയാ ഇഷ്ടമാണ്. നമുക്കത് ഇഷ്ടമില്ല വെച്ചിട്ട് അത് മോശമാണെന്നല്ലാട്ട് അർത്ഥം. അപ്പൊ തൃശ്ശൂർ പൂരം നമുക്ക് പോകാൻ താല്പര്യം. തൃശ്ശൂർ പൂരം എന്നല്ല, ഇപ്പൊ കുറുക്കഞ്ചേരി പോയാലും ആ കാവടിയുടെ ഇടയിലേക്ക് പോകാൻ പറ്റില്ല പകലൊന്നും.
ജയന്തിച്ചി അല്ലേ കഴിഞ്ഞതിന്റെ മുന്നിൽ തോല്ലാം പോണം, ഭയങ്കര ആഗ്രഹം, എന്നെ കൊണ്ടുപോകാൻ ആളില്ല അത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രേമേട്ടൻ, കിഷോർ, റിൻഡൻ, ശശിയേട്ടൻ അങ്ങനെ എല്ലാവരും കൂടി ജയന്തിച്ചിനെയും കൊണ്ടുപോയിട്ട് ഇത്തിരി കഴിഞ്ഞപ്പോ ഓരോ സെറ്റ് വരുന്നോ, ഓരോ സെറ്റ് കാവടികൾ വരുന്നോറും അതിന്റെ കൂടെ കുറെ ആളുകൾ വരല്ലേ, പേർക്ക് നിക്കാനുള്ള സ്ഥലവും ഇല്ല അവിടെ, കാവടിക്ക് ആടണ്ടേ. ഒരു തിക്കങ്ങോട്ട് വന്നിട്ട് ജയന്തിച്ചിക്ക് മരിക്കാൻ പോവാണെന്നൊക്കെ തോന്നി, ശ്വാസം മുട്ടിയിട്ട്. അയ്യോ എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണേ എന്നൊക്കെ പറഞ്ഞ എങ്ങനെ ഇങ്ങട് കിടക്കണു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയാ ചെറുപ്പത്തില് ഞാൻ പറഞ്ഞില്ലേ ആ കുടമാരത്തിന്റെ ഇടയിൽ പെട്ട് ചത്തുപോയോണ്ട മനുഷ്യനാണ് ഞാൻ ചെറുപ്പത്തില്. പക്ഷെ ആ തിരക്കുകളും ആസ്വദിക്കുന്ന ആളുകളുണ്ട്, ആ തിരക്കിലും ആ ആനകളെയും പൂരവും ഇതും ആ മേളവും ഒക്കെ ആസ്വദിക്കുന്ന അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളും ഉണ്ട്. അവർക്കത് ഭയങ്കര ശരിക്കും. അവർക്ക് പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കാത്തിരിപ്പാണ് അടുത്ത വർഷം വരയ്ക്ക്. ശരി, നമുക്കതിലത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ പൂരം കഴിഞ്ഞു പോയില്ല, ഓണം കഴിഞ്ഞു പോയില്ല, വിഷു കഴിഞ്ഞു പോയില്ല, ക്രിസ്മസ് കഴിഞ്ഞു പോയില്ല എന്നൊക്കെ പറയും. ഷെറീഫ് ഷാരി, തൃശ്ശൂർ ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരാൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാ ഇഷ്ടമല്ല എന്ന് ഉദ്ദേശിച്ചത് എനിക്ക് ആ തിരക്കിലേക്ക് പോകാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ആ തിരക്കും ചൂടും തിക്കും ബഹളവും അതിന്റെ ഇടയിലേക്ക് നമുക്ക് പോകാനായിട്ട് ഇഷ്ടമില്ല എന്നാ പറഞ്ഞേട്ടാ. ഇഷ്ടമല്ല, ഒരു പൂരങ്ങളും കാണാൻ പോകാറില്ലാന്ന് മനസ്സിലായില്ലേ. എല്ലാതും പൂരം എന്നല്ല, തിരക്ക് ഭയങ്കരമായിട്ട് തിക്കും തിരക്കും വരുമ്പോഴേ ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഞങ്ങള് കല്യാണം കഴിഞ്ഞ കൊല്ലം സാമ്പിൾ പഠിക്കട്ടാണ് സരിതി നമ്മൾ പോയിട്ടുണ്ട്, ഓർമ്മയില്ലേ? ഇല്ല. നല്ല ഈ മനോഹരമായിട്ടുള്ള നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മനോഹരമായ കാര്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടാവില്ലേ? അങ്ങനെ ഒരു ശാപം എനിക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേ ശകുന്തളേനൊക്കെ ശപിച്ചില്ലേ ദുർവാസാവ്, നീ ഇപ്പോ എന്താണോ ആരെയാണോ ആലോചിക്കുന്നത് മറന്നു പോട്ടെ, അങ്ങനെ അവര് നിന്നെ മറന്നു പോട്ടെ. അതെ, പക്ഷെ ഇത് ഞാനാണ് മറക്കണേ. നല്ല സന്തോഷമുള്ള എക്സൈറ്റ്മെന്റ് കൂടിയ നിമിഷങ്ങൾ ദിവസങ്ങൾ ഒക്കെ ഞാൻ മറക്കും. എനിക്ക് സത്യമായിട്ട് ഓർമ്മയില്ല. എനിക്ക് പണ്ടെപ്പോഴോ അച്ഛനും ഞങ്ങളൊക്കെ ഒരുമിച്ച് പോയിട്ടുള്ളത് ഓർമ്മയുണ്ട്. പക്ഷെ ഓർമ്മയുണ്ടെങ്കിലും കുറെ ഒന്നും ഓർമ്മയില്ല. അച്ഛൻ വളരെ സേഫായിട്ട് സെക്യൂർ ആയിട്ട് നമ്മളെ അങ്ങനത്തെ സ്ഥലത്താണ്, ഫാമിലികൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ട് നിർത്തുക. അല്ലെങ്കിൽ ഈ പിച്ചും മാന്തും ഇറുക്കലും അങ്ങനെ കുറെ കിട്ടുമല്ലോ. ഇപ്പോഴൊക്കെ കുഴപ്പമില്ല. ഇപ്പൊ എനിക്കറിയില്ല, നമ്മള് പോവാത്തോണ്ട് നമുക്ക് അറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ അച്ഛൻ പറയാറില്ലേ ഈ പൂരപ്പറമ്പിൽ പെട്ട പെണ്ണുങ്ങളെ പോലെ. പൂരപ്പറമ്പിൽ പെട്ടതല്ല, കുടമാറ്റത്തിന്റെ ഇടയിൽ പെട്ട പെണ്ണുങ്ങൾ, അതല്ലേ പൂരത്തിന്. അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങളും കൂടി ഉണ്ടാവുമ്പോഴായിരിക്കും നമ്മൾ ഈ തിരക്കിനെ വെറുക്കണതേ, പ്രത്യേകിച്ച് പെണ്ണുങ്ങള്. അലിമോൻ, ഈ പരുവമായാൽ ചക്കയിൽ ഒരു ചാക്ക് കെട്ടി കൊടുക്കണം. വിയറ്റ്നാം എർലി എത്ര വർഷം എടുത്തു കായ്ക്കാൻ? പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വീട്ടിൽ ഒരു അത്യാവശ്യ കാര്യം, അതായത് ഒരു സാധനത്തിന്റെ കുറവുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഒരു ഷൂ റാക്ക് വെക്കാൻ നോക്ക്. അപ്പോ പിന്നെ ഇമ്രാൻ ചാർലി ചീത്ത കേൾക്കണ്ടല്ലോ. അതുണ്ട്, ദേ പിന്നിൽ കാണുന്നുണ്ടാ ആ സിറ്റ് ഔട്ടില് കാർപോർച്ചിന്റെ ഇതിന്റെ ഇടയിലായിട്ട് ഒരു ഷൂ റാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നാളായിട്ടുള്ളത്. ഇവര് ചെരുപ്പെടുക്കാൻ തുടങ്ങിയപ്പോഴെന്നെ എടുത്തു വെച്ചേ. പക്ഷെ നമ്മൾ ഈ സ്ഥിരം ഇവിടെ ഇട്ട് നടക്കുന്ന ചെരുപ്പുകളില്ലേ, പൊട്ട ചെരുപ്പുകള്, അത് അതിലേക്ക് വെക്കില്ലേ, അത് പുറത്ത് തന്നെയാടാ. നല്ല ചെരുപ്പുകളൊക്കെ അതിന്റെ ഉള്ളിൽ എടുത്തേക്കും. പാരകണ്ട ചെരുപ്പുകൾ അങ്ങനത്തെയൊക്കെ നമ്മൾ പുറത്ത് തന്നെ വെക്കില്ല, നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് എപ്പോഴും കയറ്റി വയ്ക്കാൻ നിൽക്കില്ലല്ലോ. പിന്നെ എന്തിട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഷൂ ഒക്കെ പോലത്തെ, ഇപ്പൊ എൻ്റെ കയ്യിലും ഷൂ ആയാലും ചെണ്ടയിലും പോയി വന്ന അപ്പൊ തന്നെ അതിന്റെ ഉള്ളിൽ എടുത്ത് വെക്കാറില്ല ഞാൻ. കുറച്ച് സമയം പുറത്ത് വെക്കുക, അതിന്റെ വേർപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ. അല്ലെങ്കിൽ ആ ഷൂ റാക്ക് തുറക്കുമ്പോൾ അതിനൊരു ജാതി സ്മെല്ലായിരിക്കും അതിന്റെ ഉള്ളിൽ നിന്ന് വരാം. അപ്പൊ കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചിട്ട് അത് ഒന്ന് ഉണങ്ങി ഒന്ന് സെറ്റായിട്ട് വിചാരിച്ച് നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിൽ തോരണം അപ്രത്യക്ഷമായിട്ടുണ്ടാവും. അങ്ങനെ ഇറയത്ത് കയറിയിട്ട് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ലാണ്ട് ഇതില്ലാണ്ടല്ല. പിന്നെ ചാക്ക് ആ വിയറ്റ്നാം മേഖലയിൽ അത് 2.5 കൊല്ലായില്ലേ വെച്ചിട്ട് 2.5 കൊല്ലായി ഇങ്ങനെ ആയിരുന്നതുകൊണ്ട് പിന്നെ അതിന്റെ ഒരെണ്ണം മാവാറുണ്ട്, അതിന് ചാക്ക് കെട്ടി കൊടുക്കണം. ചാക്ക് കെട്ടി കൊടുക്കണം നല്ലതാണ് അല്ലേ ചെയ്യാം. അടുത്ത് KA ജോയ് കള്ളിക്കാടൻ, പൊന്നു തന്നെയാണ്. ചെട്ടിയാർ പാർക്കിൽ സരിത ഇറങ്ങിപ്പോയാൽ കയറി വരാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് സരിതയ്ക്ക് അത്രയും കെയറിങ് കൊടുത്തത് അജു ആണ്. സരിത ആ കെയറിങ് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. ഇതൊന്നും പൊതുസമൂഹം അറിയുന്നേ ഇല്ല അങ്ങനെയുള്ള പ്രവൃത്തികള്. അയ്യോ ജോയി ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ, ചേട്ടനാണോ അനിയനാണോ എനിക്കറിയില്ല ചേട്ടാ. ശരിക്കും ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി വരാൻ ബുദ്ധിമുട്ടുള്ളത് ചേട്ടനാണ്. അപ്പൊ ചേട്ടൻ അതാ എൻ്റെ പേര് പറഞ്ഞു. ആ ഡയലോഗ് പറയുന്ന സമയത്ത് എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. ഞാനപ്പോൾ
അന്നച്ച ഇറങ്ങി പോവാ. എനിക്ക് പ്രശ്നം എന്ന് പറയണതേ വീഡിയോയില്, എനിക്ക് യാതൊരു കുഴപ്പമില്ല, എനിക്ക് ഇറങ്ങി പോകാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ ചേട്ടനാണ് അത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറാൻ വലിയ താല്പര്യമില്ല, ആൾക്ക് അവിടെ നിന്ന് പോകണം, മതിയായി ഏതാണ്ട്. അപ്പോൾ പോവാൻ വേണ്ടിയിട്ട് അത് ആ കുറ്റം എൻ്റെ തലയിലേക്ക് വെച്ചു. ആ വീഡിയോന്റെ ആ ഭാഗം മാത്രം എടുത്ത് കണ്ടു നോക്കിട്ട് ആ സമയത്ത് എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും നോണയെ പറയണേന്നുള്ളത്. എനിക്കതൊന്നും അറിയില്ല ചേട്ടാ, അതിനറിയില്ല. ഹേമ ആർ ഇമ്രാൻ, ചേട്ടാ ഈ അജുവേട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്. ചാർലി, അതെ എനിക്കും തോന്നി, നമുക്ക് ചേട്ടനെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അനിയ. മറ്റുള്ള ഓടിപ്പിച്ചില്ലേ വീഡിയോയിൽ അവര് തമ്മിൽ സംസാരിക്കണതാ. അടുത്തത് ആൻസ്, ഗുഡ് മോർണിംഗ് അജു, സരിത ആൻഡ് ജഗ്മോൻ. ഇന്നത്തെ വീഡിയോ കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഫ്രൂട്ട്സ് മരങ്ങളിലെ ഫലം കാണുമ്പോൾ മനസ്സിൽ ഒത്തിരി സന്തോഷം. ചാർലിയുടെ കൂടെ ഉള്ള റണ്ണിങ് റേസ് കലക്കി, സൂപ്പർ എക്സസൈസ് ടു ബേൺ ഔട്ട് ഫാറ്റ്. സരിത ലൈറ്റിംഗ് ദ ലാമ്പ് ഇൻ ദ ഈവനിങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മനസ്സിന് നല്ല സമാധാനം കിട്ടും. ഗോഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റ്, ലവ് യു ഓൾ ബൈ. അയ്യോ, ഗോഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റ്, ലവ് യു ഓൾ ബൈ, അങ്ങനെയാണ് കേട്ടോ. സന്തോഷം. തുളസി കെ, സരിത പറഞ്ഞ പോലെ അതുങ്ങളെ പേടിപ്പിക്കുന്ന പോലെ തോന്നും. അജു ഒറ്റയ്ക്ക് ഓടിപ്രാന്തി കളിച്ചാൽ മതി. അതുങ്ങൾക്കും എക്സസൈസ് ആവശ്യമാണ്, എങ്കിലും അതന്നെ അവർക്കുള്ള എക്സസൈസിനുള്ളത് അവർ ഓടുന്നുണ്ട് രണ്ടുപേരും. അല്ല, എനിക്ക് വെറുതെ ഈ വീടിന്റെ ചുറ്റും ഓടാന്ന് പറഞ്ഞ തലയ്ക്ക് ഭ്രാന്താന്ന് പറയും. ഈ പറ്റുള്ള പിന്നെ ഓടാണെങ്കിലും ഭ്രാന്തുണ്ടെന്ന് പറയും, ചെറുതായിട്ട് പറയും. പക്ഷെ അത്രയ്ക്ക് ഗംഭീരമായിട്ടാണെന്ന് പറയില്ല. അതുകൊണ്ടാണ് നമ്മള്, ഞാൻ പിന്നെ എപ്പോഴും കളിക്കുന്നതാണ്. അന്നത്തെ വീഡിയോയിൽ ഒപ്പം എടുത്തത് മാത്രം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒപ്പം ഓടിയെടുക്കായിരുന്നു. വീടിന്റെ കാലത്ത് തന്നെയാണ് ഈ കലാപരിപാടി നടക്കാറ് ഇവിടെ എന്നും. അപ്പൊ അവൻ എണീറ്റിട്ടുണ്ടാവില്ല, ഞാൻ കാണാറുണ്ടത്. അവിടെ നിന്ന് ബഹളമൊക്കെ കേൾക്കാം. അപ്പൊ ഇടയ്ക്ക് ഞാൻ ചോദിക്കും, എന്തിനാ ചേട്ടൻ ഒറ്റങ്ങൾ ഇങ്ങനെ കാണിക്കണേ ചോദിക്കും. അപ്പോൾ എന്നിട്ടാ ചേട്ടൻ ഈ ഓട്ടം കാരണം ചേട്ടൻ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി വിളിച്ചാൽ അവറ്റങ്ങൾക്ക് ഒരു പേടി, എങ്ങനെ ഇങ്ങനെ 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 ബാക്കിലേക്ക് പോകും. ഇതെന്തുട്ടാണാവോ വിചാരിച്ചിട്ട്. സുഹ്റ സൽമാൻ, അജു ചേട്ടാ സരിതേച്ചിനെ എപ്പോഴെങ്കിലും ഒന്ന് പൊന്നു, മുത്തേ, സ്വത്തേ അങ്ങനെയൊക്കെ വിളിക്കണം കേട്ടോ. ചേച്ചിക്കും ഉണ്ടാവില്ലേ അത് കേൾക്കാനൊരാഗ്രഹം? ഇല്ല, ഇപ്പം എനിക്ക് ആഗ്രഹമില്ല. ഇപ്പം എനിക്ക് ചേട്ടാ അത് വിളിക്കും എനിക്ക് എന്തോ പോലെ തോന്നും. കാരണം എത്ര കാലം കേൾക്കണ്ടേ. കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ അങ്ങനത്തെ കുഞ്ഞു ഓമന പേരുകള് വിളിച്ചിട്ടൊക്കെ കേൾക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ വേണ്ട, വേണ്ട. ഇത് പറഞ്ഞിട്ട് വിളിപ്പിക്കണേലൊരു രസമില്ലല്ലോ. അല്ല, എനിക്കൊരു ഓമന പേര് വേണം എന്ന് പറഞ്ഞു അങ്ങനെ അറിഞ്ഞ് വിളിക്കുമ്പോഴല്ലേ. ഇപ്പൊ എന്നെ കുറെ പേര് സരു എന്ന് വിളിക്കണ്ട, ഞാൻ ഒരിക്കലും അവരെ പറഞ്ഞിട്ടല്ലല്ലോ എന്നെ അങ്ങനെ വിളിക്കണത്. അവരായിട്ട് വിളിക്കണത് കേൾക്കുമ്പോഴല്ലേ രസം. നമ്മൾ പറഞ്ഞു വിളിപ്പിക്കുമ്പോൾ ഒരു രസമില്ല. അപ്പൊ ചേട്ടൻ ആ ടൈപ്പല്ല, അന്ന് വിചാരിച്ച സ്നേഹമില്ല എന്നല്ല, പക്ഷെ അങ്ങനെ വിളിക്കണ ആളല്ല. അപ്പൊ പിന്നെ ഞാനിപ്പോ അതുമായി പൊരുത്തപ്പെട്ടു. ഇനി വിളിക്കണ കേട്ട് കഴിഞ്ഞ് എനിക്ക് എന്തോ പോലെ. അതല്ല, നമുക്ക് പിന്നെ ഇവിടെ കൂട്ടുകുടുംബം പോലെയാണ് എല്ലാവരും ഇത്രയൊക്കെ. ഇതിനിടയിൽ ഈ ഓമന പേര് പിടിച്ച് അങ്ങനത്തെ ഒരു കൂട്ടുകുടുംബത്തിന്റെ ഇടയിലാണോ നമ്മൾ ഫുൾ ടൈം നമ്മൾ മാത്രമായിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് വിളിച്ചൂടെ? അത് ചിലപ്പോ പിന്നെ അപ്പൊ വിളിച്ചു പോയാലോ എല്ലാവരും കേൾക്കാതൊക്കെ. അല്ല, ഞാൻ അറിയാണ്ട് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ വക ചിന്തകള് ചിലപ്പോ നമ്മുടെ തലച്ചോറിന്റെ ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടാവും. അതുകൊണ്ടൊക്കെ ആവും ചിലപ്പോ ആളുകൾ കേട്ടാ എന്ത് വിചാരിക്കുന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവില്ല നമുക്ക്. സ്വന്തം ഭാര്യനല്ലേ വിളിക്കണേ? ആ സ്വന്തം ഭാര്യനെ ആളുകൾ കേട്ടാ എന്ത് വിചാരിക്കുന്നു? സ്വന്തം ഭാര്യനെ ഇങ്ങനെ പതുക്കെ ആരും കേൾക്കാണ്ടൊക്കെ വിളിക്കുമ്പോ രസം ഉണ്ടായിരിക്കും. പക്ഷെ അത് ചിലപ്പോ അറിയാണ്ട് സരിത എന്ന് പറയുന്ന പോലെ പൊന്നു എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയ്യോ എന്തോ ഒരു തെറിയൊന്നല്ലോ. അപ്പൊ മറ്റുള്ളവർ കേൾക്കുമ്പോ അയ്യോ നോക്കിയാ അജു സരിതനെ വിളിക്കുന്ന പൊന്നു. അവിടെ കുടുംബകലകൾ ഉണ്ടാവും ബാക്കി വീടുകളിൽ. മറ്റേ ഇവിടെ 2 കൺട്രീസില് പറയില്ലേ, അവർ ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പോഴേക്കും കുളിപ്പിച്ചു തുടങ്ങി ഭാര്യനെ. എന്നെയും കുളിപ്പിച്ചു തരാം ജഗദീഷ്, ഭാര്യനെ കുളിപ്പിക്കില്ലേ? മറ്റേത് അടിച്ച് ഫിറ്റ് ആയിട്ട് വെള്ളം തല കൂടെ ഒഴിക്കണതാണ്. മനസ്സിലായി. അല്ല, ഇവിടെ നമ്മുടെ ഈ താമരശ്ശേരി കുടുംബത്തിൽ ഇവിടെ ആർക്കും ഓമന പേര് വിളിച്ചിട്ട് ഇതുവരെയായിട്ട് ഇല്ല. ഇനിയിപ്പോ ആ കീഴ്വഴക്കം ഞാനായിട്ട് ഇനി തെറ്റിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇനി വായിച്ചു, അടുത്ത വായിച്ചു. ഉമാമോഹൻ, സരിത ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഒരു സ്നേഹത്തോടെ ഒരു സംസാരമോ പെരുമാറ്റമോ അവരുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. ഉള്ളിൽ സ്നേഹം ഉണ്ടാവും, പ്രകടിപ്പിക്കാൻ അറിയാഞ്ഞിട്ടാണ്. ഞാൻ പറയും, നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ അറിയാലോ, അതുപോലെ സ്നേഹത്തോട് കൂടിയിട്ട് പൊന്നെ മുത്ത എന്നൊക്കെ ഒന്ന് വിളിച്ചുകൂടെ? അപ്പൊ പറയും, എനിക്ക് ഒലിപ്പിക്കാൻ അറിയില്ല, ഞാൻ അയലത്തെ അദ്ദേഹം അവൻ ഉദ്ദേശിച്ചിട്ടില്ല.
ഞാൻ പറയും ദേഷ്യപ്പെടാൻ ഇഷ്ടം പോലെ അറിയാലോ, അതുപോലെ സ്നേഹിക്കാനും കുറച്ചൊക്കെ പഠിക്കണം. സ്പ്രേ മേടിച്ച് അലമാരയ്ക്കകത്ത് വെച്ചാൽ മണം വരില്ലല്ലോ, അതുപോലെ സ്നേഹമുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇടയ്ക്കൊക്കെ ഒന്ന് പ്രകടിപ്പിക്കാം എന്ന്. അല്ലേ സരിതേ, ശരിയല്ലേ? അതെ, ശരിയാണ്. ശരിയായിരിക്കും. പക്ഷെ സരിതയ്ക്ക് നോക്കിയാൽ ഇപ്പൊ നമ്മള് പൊന്നു കിന്നു വിളിച്ചില്ലെങ്കിലും സരിതയ്ക്ക് നോക്കിയാ അന്നത്തേക്കാളും ചെറുപ്പായി സരിത വരാണ്. ചേട്ടൻ കാരണം കൊണ്ടാണോ? എന്റെ കൂടെ ജീവിക്കുന്നോണ്ടായിരിക്കുമല്ലോ. ഞാനിപ്പോ ഇങ്ങനെ ആവുന്നതായിട്ട് 1-2 കൊല്ലമായിട്ടുള്ളൂ. ചേട്ടന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോഴേ തൊട്ട് ഞാൻ നല്ലതിലിരിക്കണം. ഞാൻ കല്യാണം കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് ക്ഷീണിച്ച് കരിവാളിച്ച് കറുത്ത് ആകെ വൃത്തികെട്ട കോലായിരുന്നു എൻ്റെ. എന്നിട്ട് എല്ലാവരും പറയും സാധാരണ കല്യാണം കഴിഞ്ഞാൽ കുറച്ച് നാളെങ്കിൽ പെൺകുട്ടികൾ നല്ല ഭംഗി വയ്ക്കും, വെളുത്ത് വണ്ണൊക്കെ വെച്ച് തുടുത്ത് വരും. ഞാൻ നേരെ തിരിച്ചായിരുന്നു. അപ്പം അച്ഛൻ പറയും എന്നോട്, എൻ്റെ അച്ഛൻ, അതായത് സ്വന്തം വീട്ടിൽ ദുഃഖമുള്ളവരാണെന്ന് കല്യാണം കഴിഞ്ഞാൽ പോയ സ്ഥലത്ത് സന്തോഷമാകുമ്പോൾ നന്നാവാന്ന്. അപ്പോൾ നിനക്കതാവില്ല, നിനക്ക് നിൻ്റെ വീട്ടിൽ സുഖമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് അങ്ങനെ പറയും അച്ഛൻ എന്നോട്, ആളുകൾ ഇങ്ങനെ പറയുമ്പോഴേ. പിന്നെ ഒരു കമന്റ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ, ഉമാമോഹൻ. അജു സരിത ജഗ്ഗു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു. അച്ഛനും മോനും മാങ്ങ പകുത്ത് കഴിക്കുന്നതും അജുവിൻ്റെ പട്ടികളുടെ പിന്നാലെയുള്ള ഓട്ടവും കുട്ടികളുടെ പോലെ ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം, സരിത വിളക്ക് തറയിൽ വെക്കാൻ പാടില്ല കേട്ടോ, അതിന്റെ വിളക്കിന്റെ അടിയിൽ ഒരു പ്ലേറ്റ് വെക്കണം. ഉണ്ടല്ലോ, പ്ലേറ്റ് ഉണ്ട്, അടിയിൽ പ്ലേറ്റ് ഉണ്ട്. അമ്മയും മോനും സന്ധ്യ നേരത്തെ കുശലം പറയാൻ ഉമ്മർത്തിരിക്കുന്നത് കണ്ടു. വീഡിയോ മനോഹരം. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുന്നു സ്നേഹത്തോടെ. അത് ഞങ്ങൾ എന്തിട്ടാന്നറിയോ പറയണ്ടേന്നാ, ഞാനും ജഗ്ഗും ആ ചേട്ടൻ ഷൂട്ട് ചെയ്തില്ലേ, അല്ല ഷൂട്ട് ചെയ്തു, സൗണ്ട് എടുത്തില്ലേ അതിന്റെ. അത് ജഗ്ഗുവിന് ഭയങ്കര ഇഷ്ടമാണ് ഒരു പാട്ട്, അത് പാടാൻ പറഞ്ഞത് എൻ്റെ അടുത്ത്. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ആ പാട്ട് അതവന് നല്ല ഇഷ്ടം. അപ്പൊ അതാണ് അവിടെ ഇരുന്നിട്ട് പാടണ്ടായിരുന്നത്. അതെ. അപ്പൊ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ സരിത നമ്മുടെ ആരാണ്ട് പറഞ്ഞില്ലേ, സരിതയോട് പാട്ട് പഠിക്കാൻ പറഞ്ഞില്ലേ. സരിത പാട്ട് പഠിക്കാൻ സംഗീത ക്ലാസ്സിൽ ചേർന്നുട്ടാ. പാട്ട് ഡാൻസ് ഒക്കെ തുടങ്ങി. ഡാൻസിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞു. നല്ല വേദനയുണ്ട് ഇവിടെയൊക്കെ. ഇനി എല്ലാ ദിവസവും അത് പ്രാക്ടീസ് ചെയ്ത് ഈ വേദന പോകണം. നമ്മുടെ മസിൽസൊക്കെ ഇപ്പൊ ലൂസായി കിടക്കുകയാണ്, അത് കളിച്ച് സ്റ്റിഫാവണം. അപ്പോൾ ഡാൻസിന്റെ ഒരു ക്ലാസ് വ്യാഴാഴ്ച, എല്ലാ വ്യാഴാഴ്ചകളിലും മാത്രമായിട്ടാ രേഷ്മയുടെ അവിടെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നിട്ടുള്ളത്. ഞാനും ജയന്തിച്ചുണ്ട്, വേറെയും കുറെ പിള്ളേരുണ്ട്. പാട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ്. എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചതിരിഞ്ഞിട്ടുള്ളൊരു സമയം. കാരണം തിങ്കൾ ബുധൻ വെള്ളി ഞങ്ങൾ മറ്റേ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. സിനിമാറ്റിക് പോലത്തെ, സിനിമാറ്റിക് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു എക്സസൈസിന് വേണ്ടിയിട്ടുള്ളൊരു സാധനം. തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം ഉണ്ട്. വ്യാഴാഴ്ച എൻ്റെ ക്ലാസിക്കലുണ്ട്, അതും വൈകുന്നേരം തന്നെ. പിന്നെ ആകപ്പാടെ ഒരു ദിവസം ഉള്ളത് പിന്നെ ചൊവ്വാഴ്ചയാണ്. തിരക്കാണ്. അപ്പൊ ചൊവ്വാഴ്ച വൈകുന്നേരത്തെ ഒരു സമയം തരാനാണ് ഞാൻ ടീച്ചറെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, പാട്ട് ടീച്ചറെ അടുത്ത്. ഇവിടെ അടുത്തുള്ള ടീച്ചറാട്ടാ. പാട്ട് പഠിക്കാൻ തീരുമാനിച്ചു. വൈജയന്തി മനോഹരൻ. എൻ്റെ അജു എന്തൊരു ഓട്ടം ഓടിയേ, വല്ലാത്ത ഓട്ടം തന്നെ. ജഗ്ഗു ക്യാമറയും കൊണ്ട് പുറകെ ഓടുന്ന ഓർത്ത് കുറേ ചിരിച്ചു. അജുവിന് മാമ്പഴം കിട്ടിയപ്പോൾ മുറിച്ച് ജഗ്ഗുവിന് സരിതയ്ക്കും കൊടുക്കുന്ന വിചാരിച്ചത്. പാവം മോൻ ഒന്നും പറയാനാവാതെ നിന്നു. ഒടുവിൽ ആ മാമ്പഴം തിന്നുന്ന നടപ്പോൾ വിഷമം തോന്നി. പിന്നെ സരിത വിളക്ക് കത്തിച്ച് കൃഷ്ണന്റെ ഭക്തിഗാനവും അമ്പലത്തിൽ ചെന്ന ഫീൽ ഉണ്ടായി. അതായത് ഇവിടെ ഇഷ്ടം പോലെ മാമ്പഴം വീണ്ടുണ്ട്. ഇപ്പൊ അതേ റേറ്റ് നോക്കിയ ഒരു 10-12 മാമ്പഴം ഈ ഇതുമെന്ന് വീണ്ടുണ്ട്. ഇത് ഇങ്ങനെ അത് കഴുകിയിട്ട് ഇങ്ങനെ ഈമ്പി കഴിച്ചോളാം. ഞങ്ങൾക്കൊക്കെ തിന്നാവുന്നതുള്ളൂ. അല്ല, തിന്നാവുന്നത് മാത്രല്ല, പക്ഷെ അങ്ങനെ കഴിക്കുമ്പോ അവർക്ക് ഇഷ്ടമില്ല. ജഗുവിനാണെങ്കിൽ ഞാനത് ഈമ്പി തുടങ്ങി കഴിഞ്ഞാൽ വായിൽ വെള്ളം വരും. അത് തന്നെ അവന് വേണം. അങ്ങനെയാണ് കൊടുക്കുന്നത്. എല്ലാ ദിവസവും ഉണ്ടാവും ഓരോന്ന്. സരിതിക്കാണെങ്കിൽ അത് അങ്ങനത്തെ ഇഷ്ടമല്ല. പൂളി തിന്നത് അവൾക്ക് ഇഷ്ടമുള്ള. ഞാനാണെങ്കിൽ അത് അങ്ങോട്ട് ഈമ്പി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊലി കണ്ട് അടർത്തി അതിൻ്റെ ഇതാണ് എടുക്കും. എന്നിട്ട് അതിൽ നിന്ന് കാര്യത്തിന് ഭയങ്കര ടേസ്റ്റ്. അത് ഒന്നാമത്തെ പല്ലിന്റെ ഇടയിൽ അതിന്റെ ഞാര് പോകുമ്പോ എനിക്ക് പിന്നെ അത് എടുത്ത് കളയാൻ കുറെ നേരത്തെ. അത് കുഴപ്പമുള്ള കാര്യമല്ല ചേട്ടൻ. അതും വെച്ചിങ്ങനെ നടക്കും, ചിരിക്കും. ഇവിടെ പല്ലിന്റെ ഇടയിൽ ചേട്ടൻ കാണുന്നുണ്ടാ? ഞങ്ങളല്ല കാണുന്ന ചേട്ടന്റെ പല്ലിന്റെ ഇടയിലത്തെ. പിന്നെ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ മാമ്പഴത്തിന്റെ തൊലിയും ഒരു കറുപ്പ കുത്തുണ്ട്. ആ കറുപ്പ കുത്ത്, ഒരു കുത്ത്, അതൊന്നും ചേട്ടൻ ശ്രദ്ധിക്കാറ് പോലും. ആ കറുപ്പ കുത്ത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ അടുഭാഗത്ത് കുഞ്ഞു 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 കൃമികൾ പോലെ വെള്ള കളറുള്ള കുഞ്ഞു പുഴുക്കള് കാണാം. ഒരു ഭാഗത്ത് മാത്രമുള്ളൂ, ഒരു ഭാഗത്ത് മാത്രം പടർന്നിട്ടുണ്ടാവില്ല.
അപ്പൊ നമ്മൾ തൊലിച്ചെത്തുമ്പോഴാണെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് തിന്നൂടെ. അതായത് എനിക്കിതറിയാം, ഞാൻ ആ വശമൊക്കെ നോക്കിയിട്ടുള്ള അങ്ങനത്തെ മാമ്പഴം എടുക്കുള്ളൂ ഞാൻ. അല്ലാണ്ട് കറുപ്പക്കുത്തില്ലാത്ത ഒരു മാങ്ങ കാണിച്ചു തരും. ആ കറുപ്പക്കുത്തിന്റെ അടിയിൽ ഉണ്ടാവില്ല കേട്ടോ, അങ്ങനെ ചിലതിന്റെ അടിയിൽ മാത്രം ഉണ്ടാവുള്ളൂ. ഈ മൂവാണ്ടനുമലൊക്കെ എങ്ങനെയായാലും അവിടെ ഇവിടെയും കറുപ്പ് കൃത്യം മഞ്ഞ കളർ മാത്രമായിട്ടിരിക്കും ഈ മൂവാണ്ടൻ. ആ ശരി, കറുപ്പക്കുത്തില്ലാത്തതാ. ശരി, അതാ ഞാൻ പറഞ്ഞ എല്ലാ കറുപ്പക്കുത്തിന്റെ അടിയിൽ ഉണ്ടാവണം എന്നില്ല, ചിലതിന്റെ അടിയിൽ ഉണ്ടാവുള്ളൂ. ശരി, അടുത്ത തോമസ് മംഗലം. എല്ലാവർക്കും നമസ്കാരം. ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി തുടങ്ങിയില്ലേ? ചക്ക, മാങ്ങ, റംബൂട്ടാൻ, പച്ചക്കറികൾ, പക്ഷികൾ, അണ്ണാൻ, എലി, തൊരപ്പൻ മുതലായവ എല്ലാം തങ്ങളുടെ കുടുംബത്തോടൊപ്പം താമരശ്ശേരിക്ക് താമസം മാറുകയാണ് എന്ന് കേട്ടു. റംബൂട്ടാൻ എന്തിഷ്ടമാണെന്നോ പാറാടകൾക്കും വവ്വാലുകൾക്കും. ഇപ്പോഴേ നെറ്റ് വാങ്ങി ഇട്ടോളൂ. പിന്നെ ഒരു കാര്യം, കുറച്ച് പൂച്ചെടികൾ കൂടി വെച്ച് പിടിപ്പിക്കൂ. സാധാ ചെടികൾ 10 മണി, റോസ, 4 മണിപ്പൂവ്, ബന്ദി, ജമന്തി, കൊന്തവാഴ, ഒഴിവുള്ള സ്ഥലങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. എന്തിനാണെന്നോ ടിക്കറ്റ് വെച്ച് എക്സിബിറ്റ് ചെയ്യാം. 40 രൂപ കൊടുത്ത് കൊടൈക്കനാലിൽ പാർക്ക് കണ്ടില്ലേ? അവിടെ ഇല്ലാത്ത ഐറ്റംസ് ഇവിടെ ഉണ്ട്. പട്ടി, കോഴി, അലങ്കാര മത്സ്യം, പിന്നെ പലതരം കിളികൾ, തത്ത, മൈന, അണ്ണാറ കണ്ണന്മാര്. ചുറ്റുവട്ടത്തുള്ള LP സ്കൂൾ കുട്ടികൾ വന്നോട്ടെ. എന്ത് പറയുന്നു മിസ്റ്റർ അജിത് കുമാർ? നല്ല കാര്യമാണ്. പക്ഷേ ഈ വക സാധനം ഈ മൃഗശാല പോലെ പോലെ മൃഗങ്ങളെ വാങ്ങിച്ചു വളർത്താനല്ല പറഞ്ഞേ, ഒഴിവുള്ള സ്ഥലങ്ങളിലൊക്കെ പൂച്ചെടികൾ വെച്ച് പിടിപ്പിക്കാനാ പറഞ്ഞേ. അതൊക്കെ നിന്റെ പണി, എനിക്ക് അല്ലാണ്ട് തന്നെ കുറെ പണികളുണ്ട്. അതന്നെ ചെയ്യണില്ലേ മര്യാദയ്ക്ക്. അടുത്തത് ശൈലജ ആർ പിള്ളൈ, 30 മിനിറ്റില്. ഹായ് അജു ഫാമിലി, ദിസ് വീഡിയോ ടുക്ക് മീ ബാക്ക് ടു കേരള ഹോം ടൗൺ തിരുവല്ല. ഈറ്റിംഗ് മാംഗോ ലൈക്ക് ദിസ്, ഓ മൈ ഗോഡ്, കാണ്ട് എക്സ്പ്ലെയിൻ. ചാർലി ലവ്സ് റണ്ണിങ് വിത്ത് ഹിസ് മാസ്റ്റർ. ലുക്ക് അറ്റ് ഹിസ് ചാലഞ്ചിങ് സ്മൈൽ. മേക്ക് ചക്ക അവിയൽ വിത്ത് ഡ്രം സ്റ്റിക്ക്. ബിഗ് പീസ് കീപ് ഫോർ ripening. Rambutan need protection from bats and squirrels, so cover them. I watched one of your old videos which shows many towels for wiping. Add one more to it. Get a steel or plastic basket and place where you wash vessels. Put the washed ones inside this. When water is removed, wipe and put them on the stand. Remove the basket and wipe the plate. Basket and wiped the platform. No marks. Always keep dry vessels on the stand. Just a suggestion, as you always keep your kitchen neat and tidy. Sandhya Vandanam, very nice. എന്തേ ചേട്ടൻ നോക്കണേ? Mom beta communication heart filling. Celebrate Anleton's retirement. Bring him home from workplace. അത് ഞങ്ങൾ ചെയ്യും. Keep surprise family get together. Inform everyone now itself. Wish you all success in life. ഫ്രം മിൽക്ക് സിറ്റി. ഗുജറാത്തിലല്ലേ മിൽക്ക് സിറ്റി? കുറെ നിനക്കുള്ള നിർദ്ദേശങ്ങളാണ് അത് ഞാൻ കേട്ട് അത് ചിരിച്ചത്. എന്തായാലും വളരെ വളരെ നല്ല നിർദ്ദേശങ്ങളാണ് അല്ലേ? അപ്പൊ അത് നീ എന്താ പറയാ? അല്ല, കുറെ ടവലുകൾ വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഒരു ടവലും കൂടി വെക്കാൻ, പ്ലേറ്റ് ഒക്കെ കഴുകി ഉണക്കി അതൊക്കെ തുടച്ച് വെക്കാൻ വേണ്ടിട്ടേ. അടുത്തത് സന്ധ്യ കളരിക്കൽ. ഹായ് അജുവേട്ടാ, സരിതയെ പൊന്നൂന്ന് വിളിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. സരിത കുറച്ച് തടി വെച്ചു. ജഗ്ഗു മോൻ വലിയ മോനായി. പിന്നെ ചാർലി അവൻ്റെ ഓടിക്കളി നല്ല രസമുണ്ട്. അജുവേട്ടൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഓടണം ഓട്ടം നല്ല രസമുണ്ട്. അവരുടെ കൂടെ ഓടിക്കളിയുമായി അജുവേട്ടൻ എക്സസൈസായി. പിന്നെ അയ്യോ പറയാൻ വാക്കുകളില്ല. സരിതയുടെ വിളക്ക് തിരികൊളുത്തുമ്പോഴുള്ള നാമജപം ഭക്തി നമ്മുടെ മനസ്സിൽ നിറയ്ക്കും. എന്ത് ഭംഗിയാണ് സന്ധ്യാ നേരത്ത് നിങ്ങളുടെ വീട് കാണാൻ. മനസ്സ് നിറഞ്ഞു. സരിതയെ ജഗ്ഗു ഇറയത്തിരിക്കുന്ന കണ്ടപ്പോൾ അപ്പം തന്നെ തോന്നിയതാട്ടോ ജഗ്ഗുമോനൊരു കൂടപ്പിറപ്പ് വേണമെന്ന്. അനിലേട്ടൻ്റെ റിട്ടയർമെൻറ്റ് വീഡിയോ ആക്കണം. അടിപൊളി സ്വീകരണം അനിലേട്ടൻ നിങ്ങൾ കൊടുക്കണം. ഒരു ചെറിയ പാർട്ടി തന്നെ വെച്ചോ, കുടുംബക്കാരൊക്കെ ആയിട്ട് ഗംഭീര സ്വീകരണം അനിലേട്ടന് കൊടുക്കണം കേട്ടോ അജുവേട്ടാ സരിതേ. അത് ഉണ്ടാവും. അവിടെ നിന്ന് എല്ലാവരും കൂടിയിട്ടായിരിക്കും യാത്രയൊക്കെ. അവിടെ ഫുഡ് അവരുടെ വകയായിരിക്കും. അവരുടെ വക എന്ന് പറഞ്ഞാൽ ഇവർ പൈസ കൊടുക്കണം കേട്ടാ. എല്ലാവരും കൂടി പൈസ എടുത്തിട്ടുള്ള സെൻഡ് ഓഫ് ആണ്. അവിടെ ചോറ്, കോഴി, അങ്ങനെ ഉച്ചക്കിലത്തെ ഫുഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഉച്ച തിരിഞ്ഞാവും എല്ലാവരും എത്തും. നമ്മളങ്ങോട്ട് പോവും, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് പോരും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച തിരിഞ്ഞാവുമ്പോഴാണ് അവിടെ നിന്ന് അവിടെ അന്നത്തെ ദിവസം 8 പേര് അങ്ങോട്ട് റിട്ടയർ ആവുന്നുണ്ട്. അന്നത്തെ ദിവസം മാത്രം 8 പേര്. 7ാമതായിട്ടാണ് അനിലൻ ചേട്ടൻ. അപ്പോൾ 7ാമത് ഒന്നാമത്തെ ആളെ അവരെ വീട്ടിൽ കൊണ്ടാക്കി, 2ാമത്തെ ആളെ കൊണ്ടാക്കി, 3ാമത്തെ ആൾ, അങ്ങനെ 7ാമതാണ് എല്ലാവരും ഇങ്ങടെത്താ. അപ്പം എന്തായാലും വൈകുന്നേരം എപ്പോഴെത്താവോ. അപ്പോൾ നമ്മുടെ വീട്ടുകാരുണ്ടാവും. പിന്നെ ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പിന്നെ ആരൊക്കെയാണ് അനിലൻ ചേട്ടൻ വേറെ പേഴ്സണലായിട്ട് പുറത്തുനിന്ന് വിളിച്ചേക്കണേന്ന് അറിയില്ല.
അപ്പം അങ്ങനെ എല്ലാവർക്കും കൂടിയിട്ടുള്ള ഭക്ഷണം ഇവിടെയുണ്ട് വൈകുന്നേരം. അത് തുന്തുരുവിൻ്റെ അവിടെ ഏൽപ്പിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ അവിടുത്തെ സെൻഡ് ഓഫിൻ്റെ അവിടുത്തെ ചടങ്ങുകളും പരിപാടിയും തൊട്ട് നമ്മളൊക്കെ കാണിക്കാം കേട്ടോ. അടുത്തത് ഭരത് കൃഷ്ണ. തുടരും കണ്ടു, ഇൻ്റർവെൽ വരെ ഉറങ്ങിയെന്ന്. ഞങ്ങളും സിനിമ കണ്ടതാണ്. ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് ഒരുപോലെ മികച്ചതാണ്. ഒരു സിനിമയെ ഇല്ലാത്തത് പറഞ്ഞ് ഡീഗ്രേഡ് ചെയ്യാൻ നാണമുണ്ടോ? കഷ്ടം. നല്ലതിനെ നല്ലതായി അംഗീകരിക്കാനുള്ള മനസ്സ് വേണം. ഇതിൻ്റെ അടിയിൽ കുറച്ച് കമൻസും കൂടി വന്നിട്ടുണ്ട്, റിപ്ലൈ കമൻസ്, അതൊക്കെ പറയാട്ടാ. അപ്പം സജിത് മൂർക്കൻ എന്നോട് പറഞ്ഞു എൻ്റെ അയൽവാസി ഇൻ്റർവെൽ വരെ ലാഗ് ആയിരുന്നു, ബോറടിച്ചു എന്ന്. പിന്നെ അപ്പം അതിന് റിപ്ലൈ കൊടുത്തിട്ട് പുള്ളി പറഞ്ഞത് തെറ്റാണ്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒരു ലാഗും ഇല്ല, അതുപോലെ ഒരു സീൻ പോലും ബോറടിയില്ല. ഫണ്ണി മൊമെന്റ്സ് കൂടുതൽ ഫസ്റ്റ് ഹാഫിലാണ്. എവിടെയാണെങ്കിലും ഫണ്ണി മൊമെന്റ്സ് കോമഡി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അവരുടെ അതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞതാണ് പറഞ്ഞത്. അച്ഛൻ ഒരിക്കലും പടം മോശം എന്ന് പറഞ്ഞിട്ടില്ല. നോട്ട് ദ പോയിന്റ്. സൂപ്പർ പടം, ബെസ്റ്റ് പടം പോയി കണ്ടോ. ഇൻ്റർവെൽ വരെ ഞാൻ ഉറങ്ങിപ്പോയി അങ്ങനെ പറഞ്ഞു. അത് ചില ആളുകളുണ്ട് അടിപൊളി സിനിമയായിരിക്കും, നമ്മുടെ തൊട്ടടുത്തെടുത്ത് കൂർക്കം വലിക്കുന്നുണ്ടാവും. നമ്മൾ തമാശയൊക്കെ കണ്ട് ചിരിച്ച് വയറൊക്കെ വേണ്ടിട്ട് അപ്പോൾ ഇപ്പുറത്തൊരു സൗണ്ട് കേട്ടിട്ട് നോക്കുമ്പോഴോ ഉറങ്ങുണ്ടാവും. ചില ആളുകൾ ഉറങ്ങാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ വരുന്നവരുണ്ട്, അറിയോ? ഇല്ലേ? 2-2.5 മണിക്കൂർ സുഖമായിട്ട് AC കിടന്ന് ഉറങ്ങിക്കൂടാ. 100 കൊടുത്താ 150 രൂപ കൊടുത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങാൻ വേണ്ടി വരുന്നവരുണ്ട്. ഇപ്പം അച്ഛൻ രാത്രി പോണ വരയ്ക്കും ചിലപ്പോൾ അന്നത്തെ ദിവസം പകൽ മൊത്തം പണിയെടുത്ത് ടയേർഡായിട്ടാവും ചിലപ്പോൾ പോയിണ്ടാവുക. തുന്തുരാണ് പറയാണ്ട ടിക്കറ്റ് ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞ അമ്മ പെട്ടെന്നാണ് അറിയണേ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പം ഞങ്ങൾ സിനിമയ്ക്ക് പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 100 കാര്യങ്ങൾക്ക് വർഷാപ്പിലത്തെ ഓരോ കാര്യങ്ങൾക്കായാലും ഓരോന്നിനും അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുവരും. ഈ വെയിലും ചൂടല്ലേ, അങ്ങനെയൊക്കെ ടയേർഡായിട്ടായിരിക്കും ഇവരൊക്കെ പെട്ടെന്ന് വേഗം കിടന്ന് ഉറങ്ങണോരാ, പ്രായമായില്ലേ. അപ്പം അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാവാം. അല്ലാണ്ട് ഒരിക്കലും സിനിമ മോശമായിട്ടല്ല. സിനിമ മോശം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ആൾ വീണ്ടും പറഞ്ഞേക്കാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതി ഇല്ലാത്തത് പറയാൻ പാടുണ്ടോ? ഫസ്റ്റ് ഹാഫ് കണ്ട് ഉറങ്ങിപ്പോയി എന്നൊക്കെ അതിൻ്റെ കൂടെ കളിയാക്കിയിട്ടൊരു ചിരിയും. ഡീഗ്രേഡിങ് നല്ലതല്ല. അപ്പോൾ സജിത്ത് മൂർക്കൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമായത് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടോ? നിങ്ങൾ പറയുന്നത് മാത്രമാണോ ശരി? അപ്പോൾ അയാൾ വീണ്ടും, തുടരും സിനിമ എനിക്ക് മാത്രമല്ല ഇഷ്ടമായത്, എല്ലാവർക്കും ഇഷ്ടമായ സിനിമയാണ്. അങ്ങനെയുള്ള സിനിമയെ ഡീഗ്രേഡ് ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞേക്കണു. പക്ഷെ സിനിമ കണ്ട കുറേ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ കുറേ പേരുണ്ട്. അടുത്തത് ഗിരിജ. തൃശ്ശൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരം അഭിമാനമാണ് തൃശ്ശൂർ പൂരം. ഇലഞ്ഞിത്തറ മേളം, പാണ്ടിമേളം ഒക്കെ കാണാൻ വിദേശത്തു നിന്ന് പോലും ആളുകൾ വരുന്നു. തീർച്ചയായിട്ടും. ശിവദാസ് അമ്പലപ്പറ്റ. ഇന്നത്തെ എപ്പിസോഡ് വളരെ നന്നായിട്ടുണ്ട്. അച്ഛൻ കടിച്ച മാങ്ങ ജഗ്ഗു കടിച്ചു തിന്നുക കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ജഗ്ഗു പുതിയ തലമുറയാണെങ്കിലും അനുസരണശീലമുള്ള നല്ല പയ്യനാണ്. വലുതായാലും സ്വഭാവം തുടർന്നു പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞു അങ്ങനെയുള്ള മാമ്പഴത്തിനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിനായിട്ട് ഇഷ്ടമാണ്. മംഗലം രവീന്ദ്രൻ. ഞാൻ തലേദിവസം പൂരത്തിന് വന്നു, അമ്പലത്തിൽ പോയിരുന്നു. സരിതയുടെ വീഡിയോ കണ്ടു, സീമാസിൽ പോയി കുറേ തുണികൾ വാങ്ങിച്ചു. നിങ്ങളുടെ വീട് കാണാൻ എന്താ ഒരു ഭംഗി. ഭഗവാനെ കണ്ടു വിളിച്ച് വിളക്ക് വെച്ച് തൊഴുത് ലൈറ്റൊക്കെ ഇട്ട് വല്ലാത്തൊരു പോസിറ്റീവ് വൈബായിരുന്നു. ഒരുപാട് സന്തോഷം. അടുത്തത് ലിൻസി ബെന്നി. ആ പൂരപ്പറമ്പിനേക്കാൾ എത്ര മനോഹരമാണ് നിങ്ങളുടെ വീട്ടുമുറ്റം. തൊട്ടാൽ പിടുത്തം കളി സൂപ്പറായിട്ടുണ്ട്. ഓട്ടം നിർത്തണ്ട, നല്ല ആരോഗ്യമുണ്ടാകുമല്ലോ അജുവിനും നായ്ക്കൾക്കും. ശരത് CB ബാബു. അതെ, പണം കൊടുത്താൽ പോലും കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് കുടുംബത്തിലെ സന്തോഷം, സമാധാനം, ആരോഗ്യം. ഓരോരോ വീഡിയോ കാണുമ്പോഴും മനസ്സിനൊരു കുളിർമയാണ്. കൊതിയാവുന്നു വീട്ടിലെ പറമ്പിൽ ഇതുപോലെ ചക്കയും മാങ്ങയൊക്കെ പെറുക്കി തിന്ന് നടക്കാൻ. ഒരുപാട് സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ശരത്ത്. റിയാസ്. അജു ഇബി കടിച്ചു തിന്ന മാങ്ങ ബാക്കി ജഗ്ഗുവിന് കൊടുത്തപ്പോൾ മാങ്ങ കണ്ട ജഗ്ഗു മനസ്സിൽ പറഞ്ഞു, ദൈവമേ ഇതെന്തൊരു കോലം. വല്ല അണ്ണാറക്കണ്ണനോ വവ്വാലോ ചപ്പിയതിനേക്കാൾ കഷ്ടമാണല്ലോ ഇതിന്റെ കോലം. അജു ചാർലി ഓടിപ്പിക്കുന്നത് കണ്ടപ്പോൾ ചാർലി മനസ്സിൽ പറഞ്ഞു, ഈ ചങ്ങായിക്ക് വയസ്സാം കാലത്ത് ഇത് എന്തിന്റെ കേടാ. മര്യാദയ്ക്ക് എന്തൊക്കെയോ ചിന്തിച്ച് അവിടെ ഇരുന്ന് സ്വപ്നം കാണുകയായിരുന്നു. അപ്പോഴാണ് ഈ ചങ്ങായിയുടെ ക്രിമികടി. ഓടി തളർന്നു കഴിഞ്ഞപ്പോൾ ചാർലി സരിതയോട് പോയി പറഞ്ഞു, കൊച്ചമ്മേ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു ഞാനും മുതലാളിയും തമ്മിൽ. ആ അരപ്പിരി ഇളകിയ നിങ്ങളുടെ കെട്ടിയവൻ ഓടിച്ച് ഇട്ട് എന്നെ ഒരു പരുവമാക്കി. എന്തെങ്കിലും കനത്തിൽ തിന്നാൻ തായോ. അല്ല, ഓരോരുത്തരും ചാർലിയുടെ മനസ്സിലുള്ളതൊക്കെ ശരിക്കേ ആളുകൾ എങ്ങനെയാണ് പറയണതേ. ഭയങ്കര രസമല്ലത്. ഈ ചാർലി കാക്കനോട് പീറ. അടുത്തത് ജോർജ് കുര്യാക്കോസ്. ഹായ് അജു ആൻഡ് സരിത. മൈ നെയിം ഈസ് ഷീബ and watching your channel regularly from UK. Me and my husband started watching your channel after you started your channel few years ago. In between we lost the track, but sincerely enjoying all your videos for last 2 years. We are very happy with all your progress, and in today's video the mango scene was very nostalgic. May God bless your family with all your wishes for the future.
സന്തോഷം. അടുത്തത് ശ്രീലത ജയഘോഷ്. ഞാൻ സന്തോഷിച്ചു പൊന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ. സരിത എന്തിനാണ് അജുനെ കളിയാക്കണേന്ന് ഓർത്തു. ബാക്കി കേട്ടപ്പോഴാണ് പോന്നു എന്നാണ് പറഞ്ഞതെന്ന്. അടുത്തത് വിനോദിനി KP. അജു, സരിത, അനിലേട്ടൻ നിങ്ങളുടെ മാത്രം ചേട്ടനല്ല, ഞങ്ങളുടെയും കൂടി ചേട്ടനാണ്. റിട്ടയർമെന്റ് പാർട്ടി അടിപൊളിയാക്കണം. യൂട്യൂബിൽ ഒരു ദിവസം അത് മാത്രമായിരിക്കണം. പറഞ്ഞിട്ടുണ്ട്. സുഗന്ധി PS. ഞങ്ങൾ പൂരത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അജു ചേട്ടനെയും ഫാമിലിയെയും പ്രതീക്ഷിച്ചു. അവിടെ വന്നാൽ കാണാമെന്ന് വിചാരിച്ചു. ഇനി എന്തെങ്കിലും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ വന്നെങ്കിൽ തന്നെ എങ്ങനെയാ നമ്മള് അതിന്റെ ഇടയിൽ നിന്ന് കണ്ടുമുട്ടാനാ? അത്രയും മഹാഭാഗ്യം വേണ്ടി വരും. അതന്നെ, നമ്മുടെ വീട്ടിലേക്ക് വാ. അടുത്തത് ഹാപ്പി ലൈഫ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ അണ്ണന്മാരെ പണിക്ക് വിളിക്കും. 10 മണിക്ക് ചായ കൊടുക്കുമ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൊടുക്കാറ്. ഇതുപോലെ സ്നാക്സ് 4 മണിക്കാണ് കൊടുക്കുക. പണ്ട് നമ്മുടെ അവിടെ പണിക്ക് വന്നവർക്ക് അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യാറ്. ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ, പുട്ടും കടലയും അല്ലെങ്കിൽ കഞ്ഞി. മോഹനേട്ടനൊക്കെ കഞ്ഞിയാ ഇഷ്ടം. കാരണം അവര് രാവിലെ ഒന്നും വീട്ടിൽ നിന്ന് കഴിക്കാണ്ടാണ് വരാ. ഇവരങ്ങനെയല്ല, ഇവര് ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ ഇവർക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലാണ് ചായക്ക് ആവശ്യമുള്ളൂ. സന്ധ്യ ബിജു. അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യ സരിത. ആ ചായ ഗ്ലാസ്സിൽ കൊതിയോടെ നോക്കിയിട്ടാണ് പറയുന്നത് ഞാൻ ചായ കൂടി നിർത്തുവാണെന്ന്. വട കഴിച്ചുകൊണ്ടിരുന്ന അണ്ണന്റെ വായിൽ നോക്കി ചോദിക്കുന്നു പല്ലൊക്കെ എങ്ങനെ പോയെന്ന്. ഇത് ടൈപ്പ് ചെയ്യുമ്പോഴും ചിരി നിർത്താൻ വയ്യ. ചേട്ടന്റെ തമിഴ് കേട്ടിട്ട് സരിതയ്ക്ക് ചിരി നിർത്താൻ പറ്റാതെ എഴുന്നേറ്റ് പോയി. അനിലും ചേട്ടൻ കൃഷിക്ക് ആവശ്യത്തിന് മാത്രം വളം ചെയ്യുന്നു, അതുകൊണ്ട് നല്ല വിളവ് കിട്ടുന്നു. ചേട്ടൻ വളം തീർക്കാൻ വേണ്ടി കൃഷി ചെയ്യുന്നു, അതുകൊണ്ട് വിളവ് കുറയുന്നു. അനിൽ ചേട്ടന്റെ വീട്ടിൽ എന്തുമാത്രം തുളസിയാണ്? അത് വെച്ച് പിടിപ്പിച്ചതാണോ അതോ തന്നെ കിളിച്ചതാണോ? എന്ത് സാധനം നട്ടാൽ അത് വലുതാകാൻ ചേട്ടൻ സമ്മതിക്കില്ല. ആ കപ്പ ഇപ്പോൾ പറിക്കണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് ഞങ്ങളും കുറെ ചിരിച്ചു. ചേട്ടൻ ഇരുന്നിട്ട് ചിരിച്ച് ചേട്ടൻ കണ്ണീന്നൊക്കെ വെള്ളം വരായിരുന്നു. സ്വന്തം തമിഴ് ഡയലോഗ് കേട്ടിട്ട് അവരെന്നെ ഇരുന്ന് ചിരിക്കുക. പിന്നെന്തിട്ടാ തുളസിയൊക്കെ അവിടെ മുളയ്ക്കണതാ. ഞങ്ങളുടെ പറമ്പില് തന്നെ മുളയ്ക്കും. എന്താണെന്നറിയില്ല. അല്ല ഞങ്ങളുടെ പറമ്പിൽ ആകെ തുളസി മയ. ദീപാലാലു. ഗുഡ് മോർണിംഗ് അജുചേട്ടാ, സരിതേച്ചി. അച്ഛന്റെ മരണാനന്തര കർമ്മങ്ങൾ. ആള് അച്ഛൻ മരിച്ചിട്ട് വീഡിയോ നമ്മുടെ കാണാണ്ടിരിക്കുകയായിരുന്നു. മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും വീഡിയോ കാണാൻ തുടങ്ങി. പിന്നെ സുമം മാത്യു. ഓ മൈ ഗോഡ്, ഐ കാൺട്ട് സീ ദിസ് വീഡിയോ ബിക്കോസ് ഐ എം ലാഫിംഗ് കണ്ടിന്യൂസ്ലി ഡ്യൂ ടു അജൂസ് തമിഴ് കോൺവെർസേഷൻ. ആൾക്കാർക്ക് കാണാൻ പറ്റില്ല ഞാൻ ചിരിച്ചിട്ട്. നൗഷാദ് ഇയെ. അജു അണ്ണാ നീങ്ക നല്ലാവേ തമിഴ് പേസുറീങ്കോ. അപ്പാ കടവുളെ ഞാൻ ചിരിച്ച് പണ്ടാരം അടങ്ങി. പിന്നെ അതുപോലെ ശ്രീകുമാർ പുത്തലത്ത്. മേലെപ്പറമ്പിൽ ആൺവീട് വെർഷൻ അജുവിന്റെ തമിഴ് ചിരിച്ചൊരു വകയായി. പിന്നെ ജാസ്മിൻ. അജുവിനേക്കാളും അണ്ണൻ നന്നായി തമിഴ് പറയുന്നുണ്ട്. പിന്നെ അണ്ണൻ. ഉനക്ക് ചേച്ചിയുണ്ടോ? അജു ഉണക്ക ചേച്ചി ഇല്ല. ഇവരൊക്കെ കേട്ട് ചിരിച്ച്. അപ്പൊ ഞാനത് കേട്ടില്ല കേട്ടാ. വീഡിയോ വന്നപ്പോഴാണ് ഉണക്ക ചേച്ചി. സവാൽ ഇന്ത്യ. മലയാളിക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല. വിറകടുപ്പ് പുതിയ തരത്തിലുണ്ട്, എന്നാലും മലയാളി ഉപയോഗിക്കില്ല. എല്ലാവരും ടൈൽ വിരിച്ച് മണ്ണിലിറങ്ങാതെ കാർട്ടു കാർപ്പറ്റ് എന്ന ജീവിതമാണ്. എന്നാൽ അനിലേട്ടൻ നല്ല കൃഷിക്കാരനാണ്, ചെറിയേട്ടനും. അവർ നല്ല ഉത്സാഹികളാണ്. അതുപോലെ കേരളീയർ ആയാൽ പിന്നെ അതുപോലെ എല്ലാ കേരളീയരും ആയാൽ പിന്നെ കേരളീയർക്ക് തമിഴ്നാട്ടുകാരെ ആശ്രയിക്കേണ്ടി വരില്ല. സിജി രാജേഷ്. അജുവേട്ടൻ്റെ തമിഴ് കേട്ട് പുട്ട് തെരുപ്പിൽ കയറി. ഇനി ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ കാണില്ല. വിഷ്ണുപ്രിയ. എൻ്റെ ചേട്ടൻ്റെ തമിഴ് ഞാൻ ചിരിച്ചൊരു വഴിയായി. അജിത KG. അജു പ്ലീസ് സ്പീക്ക് ഇൻ മലയാളം എന്ന് പറഞ്ഞിട്ട് ചിരിക്കണ കുറേ ഇമോജിട്ടാ. വിയറ്റ്നാം കൃഷി കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന നമ്മുടെ അണ്ണൻ. പിന്നെന്തുട്ടാ ഷിജി പുന്നോക്കിൽ. ഹായ് ഗുഡ് മോർണിംഗ് അജുചേട്ടാ. തമിഴർക്ക് നല്ലോണം മധുരം വേണം ചായക്ക്. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിലെ തറപ്പണിക്ക് കല്ല് പൊട്ടിക്കാൻ അണ്ണന്മാരായിരുന്നു. ചായ ഇട്ട് കൊടുക്കുമ്പോൾ എത്ര മധുരം ഇട്ടാലും കുറവാണെന്ന് പറയുമായിരുന്നു. പിന്നെ തൊട്ടാകുമ്പോൾ നല്ലോണം മധുരം ഇട്ട് കൊടുക്കും. അജുചേട്ടാ, സരിതേച്ചി, അനിലചേട്ടൻ്റെ റിട്ടയർമെന്റ് വീഡിയോയ്ക്കായി വെയിറ്റിംഗ്. രാഗിണി ദേവി MR. അജുവിന് പച്ചക്കറി പറിക്കണമെങ്കിൽ അനിലേട്ടന്റെ പറമ്പിൽ തന്നെ പോകണം. അത് അതിനെ പറ്റി പറയേണ്ട കാര്യണ്ടല്ലേ? അല്ല, അങ്ങനത്തെ കമന്റുകൾ വേറെ ഉണ്ട്. അങ്ങനത്തെ കുറെ കമന്റ്സ് ഉണ്ട്. അതിനൊക്കെ കൂടി ഒരുമിച്ച് മറുപടി പറഞ്ഞു. അജീഷ് ഈസി. സരിതയ്ക്ക് ரொம்ப നന്നാ തമിഴ് പേசுறேன். സരിതക്ക ரொம்ப നന്നായി തമിഴ് പേசுறேன். തമിഴ് മൂവീസ് உங்களுக்கு പിടിക്കുമാ? കണവനുക്കും ചിന്നപ്പാപ്പാക്കും തമിഴ് தெரியாது. നമസ്കാരമാണ് സാധാരണ ഇടാറ് അജീഷ്. എനിക്ക് തമിഴ് പടങ്ങൾ പിടിക്കും.
இந்த ஆளுக்கு மலையாளம் மட்டும்தான் புரியும். ஆனா ആനേ പക്ഷേ എന്നർത്ഥം ആന എല്ലാ ഭാഷകളും സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. തെലുങ്കും വന്നാലും അതെ, ഇംഗ്ലീഷ് ആയാലും സ്പാനിഷ് വന്നാലും നമ്മൾ വെച്ച് കാച്ചും. ചേട്ടൻ അതിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും, പറയാൻ നോക്കും. അതാണ്. പിന്നെ ശ്രുതി ഗിരീഷ്, എനിക്ക് ഇന്ന് തുമ്മൽ കാരണം വയ്യായിരുന്നു. മരുന്ന് കഴിച്ചിട്ട് ഉറക്കം തന്നെ ഉറക്കം. രാവിലെ എഴുന്നേറ്റ് കറി കഴിച്ച് പിന്നെയും കിടന്നു. കുറച്ച് കഴിഞ്ഞ് ദോശ ഉണ്ടാക്കി. അപ്പോഴാണ് നിങ്ങളുടെ വീഡിയോ കണ്ടത്. ഇപ്പം എൻ്റെ ഉറക്കമൊക്കെ പോയി ചിരിച്ചിട്ട് 2 പ്രാവശ്യം വീഡിയോ കണ്ടു. അജു ചേട്ടൻ്റെ തമിഴ് അസലായിട്ടുണ്ട്. പിന്നെ പാവം കൊള്ളിയെ നാണം കെട്ടവനെന്ന് വിളിച്ചില്ലേ, ഇന്നത്തേക്ക് എനിക്ക് ഇത് മതി ഓർത്ത് ചിരിക്കാൻ. താങ്ക് യു. ഇന്നത്തെ ദിവസം പോക്കാണെന്ന് വിചാരിച്ചത് ഇപ്പം ശരിയായി. താങ്ക് യു ഓൾ. ഇതിലിങ്ങനത്തെ ഒരുപാട് കമന്റുകൾ ഉണ്ടല്ലേ. ആൻസി ആൻഡോ, ഹായ് സരിത, ഈ വീഡിയോയിൽ കാണുന്ന പപ്പ ഏതരാണ്? റെഡ് ലേഡി ആണോ? എന്റെ വീട്ടിൽ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്, കണ്ടപ്പോൾ ഒരേ ടൈപ്പ് റെഡ് ലേഡി. ഉൾഭാഗം നല്ല ചുവപ്പ് കളറായിട്ടിരിക്കും. ഇത് നീളത്തിലായിരുന്നു മാത്രം. അടുത്ത് ജയസ് വേൾഡ്, അജേട്ടന്റെ തമിഴ് ഒരു രക്ഷയില്ല, എനിക്കത് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വന്ന് ശിഷ്യത്തെ സ്വീകരിച്ചോളൂ. അയ്യോ വർഗീസ്, 2ന്റെ കൂടെയുള്ള തമിഴ് കേട്ട് മടുത്തു. പിന്നെ ശ്രുതി പ്രദീപ്, എൻ്റെ പൊന്നു അജുവേട്ടൻ്റെ തമിഴ് കേട്ടിട്ട് ചിരിച്ചൊരു വഴിയായി. മൃദുല വേണുഗോപാൽ, അണ്ണൻ മലയാളം പറയുമ്പോൾ അജു വെറൈറ്റി ആയ തമിഴ്. ഇങ്ങനെ കുറേ കമൻസ് ഉണ്ട് കേട്ടോ. മിനി തോമസ്, ചാക്ക് മറിച്ചപ്പോൾ ഉള്ള റിയാക്ഷൻ ഇതുപോലെ ആവുമോ എന്തോ മിനി ചേച്ചിയുടെ. ഇതാ മിനി ചേച്ചി തന്നെയാ. മിനി ചേച്ചിയുടെ റേസ്ഡ് ഗാർഡൻ ബെഡ്. ആ ഗാർഡൻ ബെഡിനെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ, അടിയിൽ വിറക് കമ്പൊക്കെ വെച്ച് മേലെ ചവറിട്ട് നനച്ച് പിന്നെ മണ്ണിട്ട്, അതിനെ റേസ്ഡ് ഗാർഡൻ ബെഡ് എന്നാണ് പറയാ. അതുപോലെ ആവുമെന്ന്. ഞാനും പരീക്ഷണത്തിലാണ് കേട്ടോ. ഫെയിൽ ചെയ്താൽ ഇപ്പോഴേ മുൻകൂർ ജാമ്യം എടുക്കുന്നു. അപ്പം ആ കൃഷി രീതി ചേച്ചി ഇപ്പം ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ബ്രൂണയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവരിതുപോലെ മെഷൊക്കെ വെച്ചിട്ട്, വേസ്റ്റ് ആയിട്ട് വന്ന മെഷ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ അതൊക്കെ വെച്ചിട്ട് അതിൽ മണ്ണ് നിറച്ചിട്ടൊക്കെ. തോമസ് മംഗലം, തമിഴ്നാട്ടിലെ പല്ല് ഒറിജിനലാണ് എന്ന് വെച്ചാൽ സാക്ഷാൽ മനുഷ്യപ്പല്ല്. അവയവദാനത്തിൽ പല്ലും പെടുമെത്രേ? നോ, വേറെ ആളുടെ വായിൽ ഇരുന്നോടുന്ന പല്ല് നമ്മുടെ വായിലേക്ക് വെക്ക്. ബാക്കി ഹൃദയവും കരളും കിഡ്നിയൊക്കെ വെക്കണ പോലെയാണോ പല്ല്? ഈ ചേട്ടൻ വെറുതെ പറയാ. NEX, അജുവേട്ടാ, നിങ്ങൾ ചാക്കിൽ മധുരക്കിഴങ്ങ് നട്ടപ്പോൾ ഞാനും നട്ടിരുന്നു. അജുവേട്ടൻ വിളവെടുപ്പ് നടത്താതെ ക്ഷമ കെട്ട് ഞാൻ 2 ആഴ്ച മുമ്പ് തന്നെ ചാക്ക് ഇതുപോലെ മറിച്ചിട്ടു. 3 വലിയ കിഴങ്ങ് കിട്ടിന്ന്. തുളസി കെ, അജു കറുപ്പയ്യണ്ണന്റെ തമിഴ് കൂടി കേടാക്കുമെന്ന് ഭയന്ന് അണ്ണ മലയാളത്തിൽ പേശാൻ തുടങ്ങി. ഞാൻ ഇതുപോലൊരു വീഡിയോ കണ്ട് ഊറ്റത്തിൽ പോയി ചാക്കിൽ കിഴങ്ങ് നട്ടിരുന്നു. കണ്ട വീഡിയോയിൽ കൊട്ടക്കണക്കിന് കിഴങ്ങുണ്ടായിരുന്നു. എന്റെ ചാക്കിൽ ഒരു കൂർക്കയുടെ അത്ര വലിപ്പത്തിൽ ഒരെണ്ണം കിട്ടി. അതുകൊണ്ട് അജു ചാക്ക് തുറക്കുമ്പോൾ ഞാനും ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു. അടുത്തത് സിംഗപ്പൊളി, കൃഷി ഈസ് നോട്ട് ഫോർ യു മിസ്റ്റർ അജു. For Krishi to succeed, you have to constantly take care. You cannot be a guest appearance Karshagan. This is Chumma Krishi and Saundarya Surashtagam. കൃഷി ചേട്ടനെ പറ്റി പണിയല്ലാന്ന്. കൃഷി ചെയ്യണമെങ്കിൽ നിരന്തരമായിട്ടുള്ള അതിലേക്ക് ശ്രദ്ധ വേണം. എന്നും കൃഷിസ്ഥലത്തേക്ക് പോകണം. ചേട്ടൻ വല്ലപ്പോഴും ഗസ്റ്റ് അപ്പിയറൻസ് നടത്തിയിട്ട് കാര്യമില്ലാന്ന്. ചുമ്മാ കൃഷി ചേട്ടാ തമാശക്ക് വേണ്ടി. ഇനി അങ്ങനത്തെ കമന്റുകൾ ഉണ്ടെങ്കിൽ പറയേ, എന്നിട്ട് ഞാൻ അതിന് മറുപടി പറയില്ല. വേണ്ട. ശരി. രേഷ്മ നരോത്തമൻ, അജു ചേട്ടാ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇപ്പോൾ കേൾക്കാത്തത് കൊണ്ട് എന്റെ മോൻ 1.5 വയസ്സ് സമ്മതിക്കുന്നില്ല വീഡിയോ വെക്കാൻ. അവൻ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പഴയ വീഡിയോ കാണിക്കും. അതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നമസ്കാരം കേൾക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷാവും. അതെ, നല്ല കാര്യം. കഴിഞ്ഞു. അതായത് അങ്ങനത്തെ കുറെ കമന്റ്സ് ഉണ്ട്. അതായത് ചേട്ടൻ തമാശക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണേ. അതായത് തമാശക്ക് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഞാൻ എല്ലാ ദിവസവും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഉള്ള ദിവസങ്ങളൊക്കെ 2-3 വട്ടം ഒക്കെ അങ്ങോട്ട് പോകും. ഞങ്ങള് കുറേ നാളുകൾ ഇവിടെ അടുക്കളത്തോട്ടം തുടങ്ങിയതിന് ശേഷം കുറേ നാളുകളായിട്ട് ഞങ്ങൾക്ക് അടുക്കളത്തോട്ടമാണ്. അല്ലാണ്ട് എനിക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടമാനം പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ടാക്കില്ല എനിക്ക് പണി. ഇതുവരെയായിട്ട് പച്ചക്കറി വാങ്ങിക്കുന്നത് വളരെ അപൂർവമാണ്. അല്ല സരിത, ഇപ്പോഴും അവിടെ ലോഡ് പച്ചക്കറി, പിന്നെ ഈ ഓരോരുത്തർക്ക് കൊടുക്കുന്നത്, വീട്ടിലേക്ക് സരിതരെ വീട്ടിൽ കൊണ്ടുപോകുന്നത്, പച്ചമുളകൊക്കെ ഓരോ ഇത്രയ്ക്ക് ഒരു ലോഡ് വീതമാണ്. വഴുതനങ്ങ,
വഴുതനങ്ങ ഒരു കവർ നിറച്ചു വെണ്ടക്കായ, പിന്നെ മറ്റേ ഈ കോവക്കായ. തൃശ്ശൂരത്തിന് ഞാൻ വീട്ടിൽ പോയപ്പോ ഒരു സഞ്ചി നിറച്ച് എല്ലാ വക സാധനങ്ങളുണ്ട്. വഴുതനങ്ങ പൊടിച്ചു. ഇന്നലെ കാലത്ത് വഴുതനങ്ങ പൊടിയായിരുന്നു. അപ്പൊ നമ്മള് പച്ചക്കറി ഒന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല. പിന്നെ കാണിക്കാൻ വേണ്ടി വഴുതനങ്ങ ഉണ്ട്, ഇപ്പൊ ചീരയുണ്ട്, ഇഷ്ടം പോലെ മുളകുണ്ട്. മുളക് അത്രയ്ക്കധികം പൊട്ടിക്കാൻ കുറെ നിത്യവഴുതന ഇഷ്ടം പോലെ ഉണ്ട്, പൊട്ടിക്കണ പോലും ഇല്ല. പിന്നെ ഇപ്രാവശ്യം നമുക്ക് ഇത് കുറെ ഉണ്ടായി കിട്ടി. എന്നിട്ടെന്നറിയോ, പടവലങ്ങ ഇത്രേശം വലിപ്പേ ആവണുള്ളൂ എന്ന് മാത്രം. നമ്മുടെ സുജിത കൊണ്ടുപോയി, നമ്മുടെ അണ്ണൻ വരെ പൊടിച്ചു കൊണ്ടുപോയി. പിന്നെ എന്റെ വീട്ടിലേക്ക് കൊടുത്തു. ഇവിടെ നമ്മള് കൃഷി വീഡിയോ മാത്രല്ലല്ലോ എല്ലാ ദിവസവും ഇടണേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലേക്ക് ഇടാൻ കാണിക്കാൻ വേണ്ടിട്ട് ഇത് പൊട്ടിക്കണത് എടുത്തു വെച്ചേ പറ്റൂ. അപ്പൊ നമ്മൾ പൊട്ടിക്കാൻ പോകുമ്പോ അതൊക്കെ ഓരോ ക്ലിപ്പ് എടുത്ത് വെക്കും വീഡിയോ. ഇത് നമ്മളിപ്പോ കാലത്ത് കൂട്ടാൻ വെക്കാൻ എന്റെ കൈയും പിടിച്ച് പോവും ചേട്ടൻ. ബായസരതയെ നമുക്ക് പോവാം പറമ്പിലേക്ക് മണ്ട് പോവാ. അവിടെ നിന്ന് ചീര വഴുതനങ്ങ പൊട്ടിച്ചു, അല്ലെങ്കിൽ കോവക്കായ പൊട്ടിച്ചു, പിന്നെ വെണ്ടക്കായ എല്ലാ ദിവസവും ഒരു 5-6 വെച്ച് കിട്ടും. അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര മഹത്തരാണെന്നല്ല പറയണേ. കുറച്ചും കൂടി ചേട്ടൻ നന്നായി നോക്കി കഴിഞ്ഞാൽ അടിപൊളിയാവും. ചേട്ടാ അതാ പറയാ, എന്തിനാണ് ഇങ്ങനെ കൊറേ ഉണ്ടാക്കിയിട്ട് ഇത് കൊറേ നാശായി പോകും. എന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് രസിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതലാണ്. ഇപ്പൊ നിങ്ങൾ ഈ കൃഷി വീഡിയോയിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. അതിലിതുപോലത്തെ കമ്പനികൾ കൊറേ പേരെ കാണുന്നുണ്ടാവും. നല്ല കൊറേ പേരെ കാണുന്നുണ്ടാവുന്നു. വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കാണുണ്ടാവും. അതിൽ ഇതുപോലത്തെ വല്ല കമ്പനികൾ കാണുന്നുണ്ടാവോ? നിങ്ങൾ ചിരിച്ചും എടുത്തു, ചിരിച്ച് തലയിൽ ഇത് കയറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഇതിൽ കാണുമോ? എനിക്ക് ആളുകളെ രസിപ്പ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അത് ഒരു മഹാഭാഗ്യം. അത് ഈ കൃഷി വീടിലൂടെ പോണ്ട് സംഗതി. അവിടെ നിന്ന് ഒരു പുല്ല് ഞാൻ കാണിച്ചു തരാം. പിന്നെ അല്ലാണ്ട് ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരിത് കാണുന്നില്ലല്ലോ. നമ്മളിപ്പൊ പറഞ്ഞപ്പോഴാ എല്ലാവരും അറിയണേ വഴുതനങ്ങയൊക്കെ ഇവിടെ ഇത്ര അധികം ഉണ്ടാവും. ഇനിയുണ്ട് വഴുതനങ്ങ പൊട്ടിച്ചപ്പോ കാണിച്ചു തരാം. പിന്നെ അല്ലാണ്ട് അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ തരും. ഈ കൊള്ളി ഇപ്പൊ പറയുന്നത് ഇപ്പൊ എനിക്കിത് കാണിക്കാണ്ടിരുന്ന പോലെ. കൊള്ളി നാളെ പടച്ചു, അത്യാവശ്യം നന്നായിട്ട് കടക്കുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ വീഡിയോ എടുത്തില്ലേ. അപ്പൊ അങ്ങനെ കുറെ സംഗതികളുണ്ട്. ഇതൊക്കെ മുഴുവൻ കാണിക്കുകയാണെങ്കിൽ 2-3 കട പറിച്ചിട്ട് എന്റെ വീട്ടില് കൊള്ളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വീട്ടിലേക്ക് പോവാൻ നിൽക്കുമ്പോ അപ്പൊ അമ്മ പറഞ്ഞു കൂടി അവിടെ മിളക് വേപ്പിന്റെ ഇല ഒക്കെ അവിടേക്ക് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേപ്പിന്റെ ഇലൊക്കെ കുറെ കൊണ്ടുപോകും, തുന്തുരുവിന് ഇപ്പൊ ആവശ്യമല്ലേ. അപ്പൊ ഇവിടെയാണെങ്കിൽ എന്തായാലും വെട്ടിക്കളയണല്ലേ, അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു പിന്നെ എന്തുട്ടൊക്കെയുള്ള അഞ്ചിനെ കൊണ്ടുവന്നോട്ടെ, ആ പച്ചക്കറികൾ എന്തുട്ടൊക്കെയുള്ള. അപ്പൊ ഞാൻ കൊള്ളി വേണമെന്ന് ചോദിച്ചപ്പോ കൊള്ളി കൊണ്ടോ തോന്നുന്നു. അപ്പൊ ഒരു 2-3 കട പറിച്ചപ്പോ നന്നായിട്ട് അല്ലൻ ചേട്ടന്റെ അവിടെ പറിച്ചപ്പോ കിട്ടില്ല. അതുപോലെ ഒരു മീഡിയം ഒരു ഇതില്. പക്ഷെ നാണം കെട്ട എന്ന് പറഞ്ഞിട്ട് പറിച്ച സാധനം പോലെയല്ല, അത്യാവശ്യം ഉണ്ടായിരുന്നു കടയ്ക്ക്. അങ്ങനത്തെ ഒരു 3 എണ്ണം പറിച്ചിട്ട് കൊണ്ടുപോയി. പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മള് വീഡിയോയില് കാണിക്കാത്തോണ്ടേ ആരും കാണുന്നില്ലല്ലോ. അപ്പൊ ഈ കമന്റ് ഇടുന്നവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അവര് കാണുന്നത് അതാണ്. അല്ല പിന്നെ ഇതിൽ പറയുന്നുണ്ട് മറ്റുള്ളവരെ അവര് കൃഷി ചെയ്യുന്നത് കണ്ടുപിടിക്കുമെന്ന്. മനസ്സിലായ? ഇത് എനിക്ക് സത്യത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ കുട്ടികളോട് പറയില്ലേ, ഇത് അവൻ പഠിക്കുന്നത് കണ്ടുപിടിക്കൂ, ഇവൻ പഠിക്കുന്നത് കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് പറയില്ലേ. അല്ല അതൊക്കെ ഏറ്റവും ദേഷ്യം മറ്റൊരാളെ താരതമ്യം ചെയ്യുമ്പോഴാണ്. എനിക്ക് ആവശ്യമുള്ളത് ഇവിടെ വീട്ടിൽ പച്ചക്കറി വാങ്ങിക്കുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പിന്നെ അമിതമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടുപോയിട്ട് കുരിയച്ചെറിയും അവിടെ കൊണ്ടുപോയി വിൽക്കാനായിട്ട് എനിക്ക് താല്പര്യം. കാരണം ഇത് കൊണ്ടുപോയി കൊടുക്കുന്ന കാശിൻ്റെ ഒരു 10-1 പോലും നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടില്ല. ഇതൊക്കെ ഉണ്ടാക്കി അവിടേക്ക് വണ്ടി കൊണ്ടുപോയി അവിടെ വിൽക്കാൻ നിന്ന് എന്തെല്ലാം പണികൾ ചെയ്യണം. പിന്നെ കാലത്ത് തന്നെയായിരിക്കും മിക്കവാറും അവിടെ എന്തെങ്കിലും ചെയ്യാം. ആ സമയത്ത് വീഡിയോ എടുക്കാൻ ഇവിടെ ആളില്ല. അപ്പൊ സരിത അടുക്കള വല്ല പണിയായിരിക്കും. ജഗ് പോയിട്ടുണ്ടോ? നിതിനാണെങ്കിൽ വരുന്നത് 12 നേരത്താണ്. ഞാൻ ഒറ്റയ്ക്ക് എന്തൊരു വീഡിയോ എടുക്കാനുള്ളത്. ഇപ്പൊ കൊറേ തൈകളും ഇത് വാങ്ങിച്ചോണ്ട് വെച്ചിട്ടുണ്ട് ഇന്നലെ. അതിപ്പോ ഇനിയിപ്പോ നടണം. അത് ചേട്ടൻ നടും. അത് ചിലപ്പോ വീഡിയോയില് കാണിക്കില്ല. അപ്പൊ അങ്ങനെ പിന്നെ നല്ല രസമായിട്ട് ഇത് ഉണ്ടായി വരുന്നുണ്ട്. കൈപ്പക്കായ കഴിഞ്ഞ വട്ടം വെച്ചത് ഒന്നും ചുവായില്ല. ഒക്കെ ഇത് ഇത്രേശ വലുപ്പത്തിൽ തന്നെ പഴുത്തു പോയിരുന്നു. അവിടെ ഇവിടെ ഓരോന്നുണ്ടാവുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം നട്ടത് നല്ല രസം. അത് ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടാ. അങ്ങനെ പിന്നെ നല്ല നമ്മുടെ നേന്ത്രവാഴ പൊടിഞ്ഞു വീണാലും അതിന്റെ കല്ലില്ലേ, അത് അടിപൊളിയാണ്. അത് ഇതുവരെയായിട്ട് കൂട്ടാൻ വെക്കാനായിട്ട് നമുക്ക് പച്ചക്കറി ഇഷ്ടം പോലെ കിട്ടുന്ന കാരണം അത് വെക്കാൻ നേരില്ല. കൊപ്പറ പൊട്ടിച്ചിട്ട് ഇരുന്ന് നാശമായി പോണു. അപ്പൊ മിനിഞ്ഞാന്ന് കൂട്ടാൻ മുന്നത്തെ കൊപ്ര അത് ശോഷിച്ചൊരു ഞാര് പോലത്തെ സാധനം. അതിന്റെ തൊലിയൊക്കെ കളഞ്ഞു അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല. എല്ലാം ഉണ്ട്, ഉണ്ണിപ്പിണ്ണിന്റെ ഒക്കെ ഉണ്ട്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യം. അകത്തിച്ചീര അതേ വലിയ ഇതായിട്ട് നിൽക്കണു.
അത് പാലക്ഷീര എന്തോരം പാലക്ഷീര പൊട്ടിക്കാനേ പറ്റിയില്ല, ആർക്കും വേണ്ട. ചോദിച്ചു ഇപ്പൊ പുല്ലിയെത്തുമ്പോ ആളവിടെ അത് കൊറേ കണ്ടപ്പോഴേ കൊണ്ടുപോയിട്ട് അപ്പൊ ആളോട് കൊണ്ടു. അതായത് സംഗതി തിരീശയുള്ളെങ്കിലും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഇടും. ഞാൻ ഇങ്ങനത്തെ അടുക്കള തോട്ടം കഴിക്കാൻ പറ്റും. സജീവനോടൊക്കെ ചോദിച്ചപ്പോ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. പാലക്ഷീര രാഗിയോട് ചോദിച്ചു പാലക്ഷീര വേണോന്ന്. നമ്മള് ഈ അടുക്കള തോട്ടം പണിതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ രസിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ആ അടുക്കള തോട്ടൻ്റെ. അല്ലാണ്ട് അതിൽ കണ്ടമാനം വിളവെടുത്ത് കൂമ്പാരം കൂട്ടി ആളുകളെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോ കൃഷിയൊന്നും ഇല്ല കേട്ടാ, ഒരു പച്ചക്കറികളോ ഒന്നുമില്ല, നെല്ലോ ഒരു സാധനവും കൃഷിയില്ല, പറമ്പൊക്കെ വെറുതെ കിടക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം 1.5 കൊല്ലമൊക്കെ ആയ സമയത്ത് ഞങ്ങളപ്പം അല്ലേ ചേട്ടൻ്റെ വീട്ടിലെ താമസം. ഈ സ്ഥലമാണ് ചേട്ടൻ അപ്പളേ പറയുമല്ലോ ഇവിടെയാണ് വീട് വയ്ക്കണേന്ന്. ഈ സ്ഥലം അളന്ന് തിരിച്ച് ആധാരം ചേട്ടൻ്റെ പേരിലാക്കി. ആധാരം ഇത് ഇത്തിരി ഉയർന്ന സ്ഥലമാണ്, ബാക്കിയൊക്കെ താഴ്ന്ന് കിടക്കുക. അല്ലെങ്കിൽ 2 വീടിൻ്റെ ബാക്ക് ഭാഗം എല്ലാവിടെയും ഭയങ്കര താഴ്ന്ന് കിടക്കുന്ന സ്ഥലമാണ്. അവിടെയൊന്നും കൃഷി ചെയ്യാൻ കൊള്ളില്ലേറ്. പിന്നെയാണ് മണ്ണടിച്ച് കൃഷി ചെയ്യാൻ യോഗ്യമാക്കിയത്. അല്ലൻ ചേട്ടൻ, ചെറിയേട്ടൻ, ഷാൻ ചേട്ടൻ, അവരെ 3 പേരും ഒരു വരിയിലല്ലേ, അവരുടെ വീടിൻ്റെ ബാക്കൊക്കെ താഴ്ന്ന് കിടക്കുക. ആരും ഒരു സാധനം പോലും ചെയ്യണ്ടായിരുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ചെറുതാണ്, ചേച്ചിമാർക്കൊന്നും സമയമില്ലായിരുന്നു. അതന്നെ പഠിപ്പിക്കൽ ഇവിടെ ഗംഭീരമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭയങ്കര പഠിപ്പിക്കലാണ് ചേച്ചിമാര് പിള്ളേരെ. അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ചേട്ടനാണ് ഞാൻ ഇവിടെ പണ്ടുണ്ടായിരുന്നു കേട്ടാ, അവരൊക്കെ ആർക്കും സമയമില്ല. ഈ പറമ്പില് കൃഷി ചെയ്യാൻ തുടങ്ങി. അതായത് അവിടുന്ന് പൈപ്പ് വലിച്ചിട്ട് ഞാൻ ഇവിടേക്ക് ഇട്ടിട്ട് ഇവിടെ വരെ പൈപ്പ്, വെണ്ടക്കായ, മുളക്, ഒക്കെ ഇവിടെ വെച്ച് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഇവിടെ ചേട്ടനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അടുക്കളത്തോട്ടം ആദ്യമായിട്ട് ഞാൻ അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നത്. അത് കണ്ടിട്ടാണ് നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പിന്നെ എല്ലാവരും പിന്നെ അവിടെ നിന്ന് കുറച്ച് കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ചല്ല, എല്ലാവരും സ്വർണ്ണപ്പണിന്നൊക്കെ ഇങ്ങനെ താമസമായിട്ട് 2010 ആയിട്ടുണ്ടാവും തോന്നുന്നു മണ്ണൊക്കെ അടിച്ചപ്പോ. അതെ, ആ ഹിന്ദുവിന്റെ കല്യാണത്തിന്റെ തൊട്ട് മുന്നേ ആ സമയത്ത് 2010-11 ആ സമയത്താണ് എല്ലാവരും മണ്ണൊക്കെ അടിച്ച്. ഇവിടെയും കുറച്ചും കൂടി മണ്ണൊക്കെ അടിച്ചു. പിന്നെ അങ്ങനെ എല്ലാവരും വീടിന്റെ ബാക്കിലൊക്കെ മണ്ണടിച്ച് എല്ലാവർക്കും ബാക്കിൽ സ്ഥലമായിട്ട് അവിടെ പതുക്കെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ഒരുമിച്ച് തറവാട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഇവിടെയൊക്കെ നിറച്ച് ചെയ്തോളൂ. പയറൊക്കെ ചാക്ക് കണക്കിനാണ് പൊട്ടിക്കാറെന്ന് പറഞ്ഞില്ലേ. അമ്മായിമാർക്കൊക്കെ വേറെ വേറെ അതിന് ശേഷം ആദ്യമായിട്ട് കൃഷി ചെയ്ത് ഒരു 3-5 കൊല്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഈ അടുക്കള തോട്ടത്തിലേക്ക്. അവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല, കാരണം സ്ഥലം ഇങ്ങനെ ഞാൻ പറയും താന്ന് കിടക്കും, മഴ പെയ്താൽ വെള്ളം കെട്ടിക്കും, ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പിന്നെ ചേച്ചിമാർക്കൊന്നും നേരം ഉണ്ടായിരുന്നില്ല, പഠിപ്പിയിലായിരുന്നു പരിപാടി, ചേട്ടന്മാർക്കും നേരം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളെ രസിപ്പിക്കുക, അതാണ് എൻ്റെ കടമ. അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ ഇനി ഇങ്ങനെ ആളുകളെ പറയിപ്പിക്കാൻ ഇടവരുത്തരുത്. നാണം കെട്ടവൻ എന്നൊന്നും പറയാൻ ഇടവരുത്താണ്ട് ചെയ്യുന്നുള്ളൊരു ഇതെടുക്ക് ചേട്ടൻ. എനിക്ക് ആവശ്യമില്ല, അല്ലാന്ന് ആവശ്യമില്ല കിട്ടുന്നില്ല. പിന്നെ അല്ല, 2 കാര്യങ്ങൾ ചേട്ടന് ചെയ്യാം. 2 കാര്യങ്ങൾ പറയണേല് കാര്യമുണ്ട്. 1 കൃത്യമായിട്ട് നനയ്ക്കുക, 2 വളം കുറവ് ചേർക്കുക. ജൈവമായാലും കുറവ് ചേർക്കുക. അത് ചെയ്യാൻ പറ്റുമോ ചേട്ടൻ? പിന്നെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് നനയ്ക്കാൻ സമയമില്ല. ഇത്രയും പേരെ എനിക്ക് നനയ്ക്കാൻ സമയമില്ലാത്ത സമയത്ത് നീ വന്ന് നനയ്ക്കാം. അപ്പൊ ശരി, അടിപൊളിയാക്കും. അപ്പൊ അതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.